ഹലോ. ശബ്ദം കേൾക്കുന്നുണ്ടോ? ഓഡിബിൾ ആണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യൂ. ഓക്കെ. ഒരു മിനിറ്റിനകം തുടങ്ങാം. ഓക്കെ. നമ്മൾ ഭാഷാസൂത്രണം എന്ന് പറയുന്ന ലാംഗ്വേജ് പ്ലാനിങ്, അതിൽ നമ്മുടെ തേർഡ് സെമസ്റ്ററിൻ്റെ പി ജിയുടെ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ഒരു സിലബസിനകത്ത് 4ാമത്തെ മോഡ്യൂളുമായി ബന്ധപ്പെട്ട ചില ആശയങ്ങൾ, 4ാമത്തെ മോഡ്യൂളിൽ പ്രതിപാദിച്ചിട്ടുള്ള ഭാഷാസൂത്രണത്തെ സംബന്ധിച്ചിട്ടുള്ള ചില അടിസ്ഥാന സൈദ്ധാന്തിക വിചാരങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൈദ്ധാന്തിക ചരിത്രം ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ 3 ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഈ ക്ലാസ്സിൽ ഭാഷാസൂത്രണവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട പരികൽപ്പനകളെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളെ ഒന്ന് നമ്മൾ പരിചയപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. 2ാമത്തെ ക്ലാസ്സിൽ ഭാഷാസൂത്രണ മാതൃക എന്ന് പറയുന്നത് എന്താണ്, മോഡൽസ് ഓഫ് ലാംഗ്വേജ് പ്ലാനിങ്ങിൻ്റെ മേഖലയിൽ ചില മോഡലുകൾ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് ഭാഷാസൂത്രണം നടത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ചില മോഡൽസ് ഉണ്ടായിട്ടുണ്ട്. ആ മോഡൽസിനെ ഒന്ന് പരിചയപ്പെടുത്തുകയും 4 തരം ഭാഷാസൂത്രണങ്ങൾ, ടൈപ്സ് ഓഫ് ലാംഗ്വേജ് പ്ലാനിങ്, 4 തരം ഭാഷാസൂത്രണങ്ങളാണ് നമ്മൾ പറയാറുള്ളത്. സ്റ്റാറ്റസ് പ്ലാനിംഗ് ഉണ്ട്, കോർപ്പസ് പ്ലാനിംഗ് ഉണ്ട്, അല്ലെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. അക്വിസിഷൻ പ്ലാനിംഗ് എന്ന് പറയുന്ന ഭാഷാ സമാർജനം എന്ന് പറയുന്ന ഒന്നുണ്ട്. പ്രസ്റ്റീജ് പ്ലാനിംഗ് എന്ന് പറയുന്ന ഭാഷാഭിമാന സംബന്ധിയായ ആസൂത്രണമുണ്ട്. ഇങ്ങനെ 4 തരം ആസൂത്രണങ്ങളുണ്ട്. ഈ 4 ആസൂത്രണങ്ങളും എന്താണ് എന്നും അതിനകത്ത് ഇന്ത്യയിലൊരു ഭാഷാസൂത്രണത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്താണെന്നും ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു തിയററ്റിക്കലായ ഒരു തലം എന്ന രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഭാഷാസൂത്രണത്തിൻ്റെ മറ്റ് മേഖലകളിലേക്ക് മലയാള ഭാഷാസൂത്രണവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന അതിൻ്റെ ഒരു സൈദ്ധാന്തിക തലം ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്
മലയാളത്തിൽ വേണ്ടത്ര തന്നെ ചർച്ച ചെയ്തിട്ടില്ലാത്തൊരു മണ്ഡലം എന്ന രീതിയിൽ അതിനൊന്ന് പരിചയപ്പെടുത്തലാണ്. എങ്ങനെയാണ് ഈ വിഷയം ഉണ്ടായത്, വിഷയത്തിനകത്തുള്ള പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളൊക്കെ എന്താണ്, അതിൻ്റെ പിറകിലുള്ള ഒരു ഐഡിയോളജി എന്താണ്, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ പൊതുവായിട്ട് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് ഭാഷാസൂത്രണം എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയാണ് ആ ഡിസിപ്ലിൻ ഉണ്ടാവുന്നത്, എന്താണത് യഥാർത്ഥത്തിൽ നമ്മുടെ ഭാഷാശാസ്ത്രം എന്ന് പറയുന്നൊരു വിഷയത്തിനകത്ത്, ഭാഷാശാസ്ത്രം എന്ന് പറയുന്നൊരു വിഷയത്തിനകത്തല്ല, മറിച്ച് സാമൂഹ്യ ആസൂത്രണം അല്ലെങ്കിൽ ആസൂത്രണം അല്ലെങ്കിൽ നമ്മളുടെ പൊളിറ്റിക്സ്, ഈ രാഷ്ട്രതന്ത്രം എന്ന് പറയുന്ന ആ ഒരു മേഖലയ്ക്കകത്ത് തന്നെ ഭാഷാസൂത്രണം നടത്തുന്ന ഇടപെടൽ എന്താണ് എന്നുള്ളതും, ഭാഷാ നയം, ലാംഗ്വേജ് പോളിസി, ലാംഗ്വേജ് പ്ലാനിംഗ്, ലാംഗ്വേജ് ആറ്റിറ്റ്യൂഡ്, ഭാഷാ മനോഭാവം എന്ന് പറയുന്നത് എന്താണ്, ഭാഷാ നയം എന്ന് പറയുന്നത് എന്താണ്, ഭാഷാ മുന്നേറ്റം എന്ന് പറയുന്നൊരു സങ്കല്പം എന്താണ്, അല്ലേ. അതോടൊപ്പം തന്നെ നമുക്ക് അറിയാവുന്ന ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ചില, ഉദാഹരണമായിട്ട് ഭാഷാബോധനം എന്ന് പറയുന്നത്, മാതൃഭാഷാബോധനം എന്ന് പറയുന്ന ഒരാശയം, ലാംഗ്വേജ് മെയിൻ്റനൻസ്, ഭാഷാ പരിപാലനം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഭാഷാ നഷ്ടം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഭാഷാദേശം എന്നൊക്കെ പറയുന്ന, ലാംഗ്വേജ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ലാംഗ്വേജ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്താണ്, അതുപോലെ തന്നെ ലാംഗ്വേജ് പ്ലാനിങ് തന്നെ ഏതെല്ലാം പ്രകാരത്തിലുണ്ട്, കോവേർട്ട് ആൻഡ് ഓവേർട്ട് എന്ന് പറയുന്ന രീതിയിൽ ഈ പറയുന്നത് പോലെ സുതാര്യവും അതാര്യവുമായ പ്ലാനിങ്ങിൻ്റെ സ്വഭാവം എന്താണ്, ലോകത്ത് ഈ ഭാഷാസൂത്രണം ഓരോ പ്രദേശത്തും എങ്ങനെയാണ് വ്യത്യസ്തമായിരുന്നത്, അതിൻ്റെ സാമൂഹ്യമായ അല്ലെങ്കിൽ രാഷ്ട്രീയമായ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള ചില പൊതുവായ കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഭാഷാസൂത്രണത്തേക്ക് ഒന്ന് സാമാന്യമായിട്ട് എൻ്റെ ഒരു തിയററ്റിക്കലായ ഒരു വശത്തെ സാമാന്യമായിട്ടൊന്ന് പരിചയപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു എന്താ പറയുക ചെറിയൊരു ടോക്കിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഈ ആധുനിക ഭാഷാശാസ്ത്രം എന്ന് പറയുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ വികസിച്ച ഘടനാ ഭാഷാശാസ്ത്രമെന്നോ വിവരണാത്മക ഭാഷാശാസ്ത്രം എന്നൊക്കെ പറയുന്ന അതിൻ്റെ ഒരു തുടക്കമുണ്ടാവുന്നുണ്ട്. ഭാഷയെ ഒരു ഘടനയായിട്ട് പഠിക്കുക എന്നതായിരുന്നു അതിൻ്റെ രീതി എന്ന് പറയുന്നത്. അമേരിക്കൻ സ്ട്രക്ചറലിസ്റ്റുകളായാലും ഫ്രഞ്ച് സ്ട്രക്ചറലിസ്റ്റ് ഈ ഘടനാവാദമൊക്കെയും ഭാഷയെ ഒരു ഘടന എന്ന നിലയിൽ നിന്നുകൊണ്ട് പലപ്പോഴും അതിനൊരു പൂർണ്ണ ഘടന എന്ന നിലയിൽ നിന്നുകൊണ്ട് തന്നെ വിശകലനം ചെയ്യുന്ന, പലപ്പോഴും അതിനെ സമൂഹത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ഒരു എന്താ പറയുക ഒരു ടേബിളിൽ മുന്നിൽ വെച്ച് നമുക്ക് ഡിസെക്റ്റ് ചെയ്ത് പഠിക്കാവുന്ന ഒരു സംഗതിയായിട്ട് കാണുന്ന ഒരു രീതി തന്നെ, പ്രത്യേകിച്ച് സ്ട്രക്ചറലിസം ഒക്കെ കടന്നു വന്ന അന്നത്തെ മിഷണറിമാരുടെയൊക്കെ തരം പ്രവർത്തന സ്വഭാവം, അവർ ഈ അമേരിക്കൻ ഗോത്ര ഭാഷകളിൽ നടത്തിയ പഠനങ്ങളുടെ സ്വഭാവം, അതിൻ്റെ പിറകിലുള്ള രാഷ്ട്രീയമൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അത് അങ്ങനെയായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെയാണ് ഈ ഘടനാവാദം എന്ന് പറയുന്നൊരു സംഗതി തന്നെ ഉണ്ടാകുന്നത്. അതിൻ്റെ പല സങ്കല്പങ്ങളോടും എതിർത്തുകൊണ്ടും മറ്റുമൊക്കെയാണ് സാമൂഹ്യ ഭാഷാശാസ്ത്രം എന്ന് പറയുന്നത്. സമൂഹവും ഭാഷയും തമ്മിലുള്ള ബന്ധം എന്താണ്, അതെങ്ങനെയാണ് ഭാഷയും മനസ്സും തമ്മിലുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മൾ പറയുന്ന എന്താ പറയുക ഭാഷയും മനസ്സും തമ്മിലുള്ള ഒരു ബന്ധം എന്താണ്, ഭാഷയും അധികാരവും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള പലതരം ഭാഷയുടെ ബന്ധങ്ങളെ ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ള നമ്മുടെ സാമൂഹ്യ ഭാഷാശാസ്ത്രത്തിൻ്റെ പുതിയ കാഴ്ചപ്പാടുകൾ ഉണ്ടാകുന്നത്. ഈ സാമൂഹ്യ ഭാഷാശാസ്ത്രത്തിൻ്റെ ഒരു ഡിസിപ്ലിനകത്താണ്, അതിൻ്റെ ഒരു ആശയമണ്ഡലത്തിലാണ്, സോഷ്യോ ലിംഗ്വിസ്റ്റിക് എൻക്വയറികളുടെ ഭാഗമായിട്ടാണ് ഈ ലാംഗ്വേജ് പ്ലാനിംഗ് എന്ന് പറയുന്ന, ഭാഷാസൂത്രണം എന്ന് പറയുന്ന ഒരു പുതിയ വിഷയം തന്നെ ഉണ്ടാവുന്നത് എന്ന് പറയാം. അപ്പോൾ ഈ പറയുന്ന ഭാഷയും സമൂഹവും തമ്മിലുള്ള ഗാഢമായ ബന്ധത്തെ, ഭാഷ വഴി എങ്ങനെയാണ് സമൂഹത്തെ മാറ്റിയെടുക്കുക, സമൂഹവും ഭാഷയും തമ്മിലുള്ള ബന്ധം എന്താണ്, ഈ സാമൂഹ്യ ഘടനയും ഭാഷാഘടനയും തമ്മിലുള്ളൊരു ബന്ധം എന്താണ്, ആ ബന്ധങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ ഡിസയറബിൾ ആയിട്ടുള്ള, നമ്മൾ ആഗ്രഹിക്കുന്ന ഇച്ഛാനുസാരിയായ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുക തുടങ്ങിയ ചില ആലോചനകളുടെ തുടർച്ചയിലാണ്, അഥവാ സമൂഹത്തിനകത്ത് നിലനിന്നിരുന്ന ചില ഭാഷാ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഉണ്ടായിട്ടുള്ള എന്ന് പറഞ്ഞാൽ റിയൽ ലൈഫ് ഇഷ്യൂസിനെ, അങ്ങനെ പറയാമല്ലോ, ഒരു യഥാർത്ഥ സാമൂഹ്യ പ്രശ്നങ്ങളെ ഓരോ രാഷ്ട്രവും നേരിട്ടിട്ട ഭാഷാപരമായ ചില യാഥാർത്ഥ്യങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടുണ്ടായിട്ടുള്ള ഒരു വിഷയമേഖലയാണ് ഭാഷാസൂത്രണം എന്ന് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്തെ ആദ്യത്തെ ആശയം എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് അക്കാഡമിക് സബ്ജക്റ്റായിട്ട്, ഒരു പ്രത്യേക അക്കാദമിക വിഷയമായിട്ട് ഭാഷാസൂത്രണം മാറുന്നത് സാമൂഹ്യ ഭാഷാശാസ്ത്രത്തിൻ്റെ അന്വേഷണങ്ങളുടെ ഭാഗമായിട്ടാണ് എന്നുള്ളത്. ഇത് ഏതാണ്ട് 1960കളിലാണ് പ്രത്യേകിച്ച് അമേരിക്കയിലും ഓസ്ട്രേലിയയിലും മറ്റു പല സ്ഥലങ്ങളിലും ഇത്തരം ഭാഷാ
പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലാംഗ്വേജ് പ്ലാനിങ്ങിനെ സംബന്ധിച്ച ലാംഗ്വേജ് പ്രോബ്ലം എന്ന രീതിയിലാണ് അവർ പലപ്പോഴും, അത് ബഹുഭാഷാ പ്രദേശങ്ങളിലെ കാര്യമാവാം, ഏകഭാഷാ പ്രദേശങ്ങളിലെ ഭാഷാസൂത്രണവുമായി ബന്ധപ്പെട്ടാവാം, അങ്ങനെയുള്ള ചില ചർച്ചകളിൽ നിന്നാണ് പൊതുവെ ഈ ഒരു ഭാഷാസൂത്രണം എന്ന് പറയുന്നൊരു വിഷയം ഉണ്ടാകുന്നത്. ഓക്കെ, 1960കളിലാണ് പ്രധാനമായിട്ട് ഈ വിഷയം ഉണ്ടാകുന്നത് എന്ന് പറയാം. സോഷ്യോ ലിംഗ്വിസ്റ്റിക്സിൻ്റെ ഭാഗമായിട്ട് ഭാഷാനയം അല്ലെങ്കിൽ ഭാഷാസൂത്രണം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് സങ്കല്പനങ്ങളാണത്, നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇപ്പോൾ ജോഷുവ ഫിഷ്മാൻ, നമുക്ക് ഈ പറഞ്ഞ ഭാഷാസൂത്രണവുമായി ബന്ധപ്പെട്ട് നമ്മളെപ്പോഴും പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനാണ് ജോഷുവ ഫിഷ്മാൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന മണ്ഡലം എന്ന് പറയുന്നത് ഈ ബൈലിംഗ്വലിസം എന്ന് പറയുന്നതിൻ്റെ ഒരു മേഖലയിലായിരുന്നു. ബഹുഭാഷാ പ്രദേശങ്ങൾ, ഈ ദ്വിഭാഷാ പ്രദേശങ്ങൾ, അതുമായി ബന്ധപ്പെട്ട സംഗതികൾ, വംശീയത എന്ന് പറയുന്ന എത്നിസിറ്റി എന്ന് പറയുന്ന ഒരു സാധനം. അപ്പോൾ ഈ ഒരു സാമൂഹ്യ സ്വത്വവുമായി ബന്ധപ്പെട്ട ചില സ്വത്വാന്വേഷണങ്ങളും സ്വത്വ സംഘർഷങ്ങളും വംശീയ പ്രശ്നങ്ങളും ഇതൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള എന്താ പറയുക, പുതിയ കാഴ്ചപ്പാടുകൾ, പോസ്റ്റ് കൊളോണിയൽ കാഴ്ചപ്പാടുകൾ അതിനെ തുടർന്നുണ്ടാവുന്നുണ്ട്. ഇങ്ങനെയുള്ള പല കാഴ്ചപ്പാടുകളുടെ ഒരു മണ്ഡലത്തിലാണ് ഭാഷാസൂത്രണം ഉണ്ടാകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പഠന മേഖല എന്ന് പറയുന്നത് ബൈലിംഗ്വലിസവും എത്നിസിറ്റിയുമായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ, ആദ്യത്തെ ഒരു പുസ്തകം പ്രബന്ധം എന്ന് പറയുന്നത് 1964 ലാംഗ്വേജ് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട പ്രബന്ധം അദ്ദേഹം എഴുതുന്നത് 1964 ലാംഗ്വേജ് മെയിൻ്റനൻസ് ആൻഡ് ലാംഗ്വേജ് ഷിഫ്റ്റ് ആസ് എ ഫീൽഡ് ഓഫ് എൻക്വയറി എന്ന് പറയുന്ന പ്രബന്ധം. ലാംഗ്വേജ് മെയിൻ്റനൻസ്, നമ്മൾ ഈ പറയുന്ന ഭാഷാസൂത്രത്തിൽ രണ്ട് പ്രധാനപ്പെട്ട സങ്കല്പനങ്ങൾ തന്നെ ആ ടൈറ്റിലുണ്ട്. ലാംഗ്വേജ് മെയിൻ്റനൻസ് ആൻഡ് ലാംഗ്വേജ് ഷിഫ്റ്റ് ആസ് എ ഫീൽഡ് ഓഫ് എൻക്വയറി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രബന്ധം ഉണ്ടാവുന്ന 1964. ഓക്കെ, പ്രോഗ്രസ് ഇൻ ലാംഗ്വേജ് പ്ലാനിംഗ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്. അഡ്വാൻസസ് ഇൻ ലാംഗ്വേജ് പ്ലാനിംഗ് എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ലാംഗ്വേജ് ആൻഡ് നാഷണലിസം എന്ന് പറയുന്ന, അതും നമ്മൾ ഭാഷാസൂത്രത്തിൽ എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മുടെ ദേശീയതാവാദത്തിൻ്റെ ഭാഗമായിട്ടും ദേശീയതകളുടെ, ദേശരാഷ്ട്രങ്ങളുടെ രൂപീകരണവും അതുമായി ബന്ധപ്പെട്ട ദേശീയതാ സങ്കല്പങ്ങളുടെ ഒരു വികാസത്തിൻ്റെയും ഒരു ഘട്ടത്തിലാണ്, അഥവാ ഒരു ദേശീയ സ്വത്ത് രൂപീകരണത്തിൻ്റെ ഭാഗമായിട്ട്, ദേശീയ സ്വത്വത്തിൻ്റെ അടയാളമായിട്ട് ഭാഷയെ മാറ്റാനുള്ള ശ്രമങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ് പലപ്പോഴും ലാംഗ്വേജ് പ്ലാനിങ്, ലാംഗ്വേജിന് പ്രത്യേക സ്റ്റാറ്റസ് കൊടുക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഈ നാഷണലിസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേര് തന്നെ ലാംഗ്വേജ് ആൻഡ് നാഷണലിസം എന്നാണ്. 1972 അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമാണ്. അപ്പോൾ ആ രീതിയിൽ ധാരാളം വർക്കുകൾ ഈ മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനാണ് ജോഷുവ ഫിഷ്മാൻ എന്ന് പറയാം. മറ്റൊരാൾ CM ഈസ്റ്റ്മാൻ എന്ന് പറയുന്ന CM ഈസ്റ്റ്മാൻ, അദ്ദേഹം ഈ പറഞ്ഞതുപോലെ തന്നെ ലാംഗ്വേജ് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട ലാംഗ്വേജ് പ്ലാനിങ് ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയ ആളാണ്. 1983 ആണ് ആ പുസ്തകം വരുന്നത്. ലാംഗ്വേജ് പ്ലാനിങ് ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. പിന്നെ ഹോൺബർഗർ, നമ്മുടെ അക്വിസിഷൻ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് ലാംഗ്വേജ് ആൻഡ് എഡ്യൂക്കേഷൻ, നമ്മുടെ ലാംഗ്വേജ് പ്ലാനിങ്ങിൻ്റെ മേഖലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്, നമുക്കറിയാം എന്താണ് ഭാഷാബോധനം എന്ന് പറയുന്നത്. ഈ ഭാഷാബോധനത്തിൻ്റെ മണ്ഡലത്തിൽ ധാരാളമായിട്ട് വർക്ക് ചെയ്തിട്ടാണ് ഹോൺബർഗർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പ്രബന്ധമൊക്കെ വളരെ പ്രസിദ്ധമാണ്. ഇതുകൂടാതെ ഈ ലാംഗ്വേജ് പ്ലാനിങ്ങിൻ്റെ നിർവചനങ്ങൾ നൽകുകയും ലാംഗ്വേജ് പ്ലാനിങ്ങിനെ കുറിച്ചൊക്കെ വളരെ എന്താ പറയുക ആധികാരികമായിട്ടൊരു പുസ്തകം എന്ന് പറയുന്ന അത് ഈ ലാംഗ്വേജ് പ്ലാനിങ് ആൻഡ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്ന പുസ്തകമാണ്. ലാംഗ്വേജ് പ്ലാനിങ് ആൻഡ് സോഷ്യൽ ചേഞ്ച് 1989 RL കൂപ്പർ എന്ന് പറയുന്ന ആളാണ്. RL കൂപ്പർ, അദ്ദേഹത്തിൻ്റെ ഭാഷാസൂത്രണ നിർവചനമൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണെങ്കിൽ പഠിക്കുന്നതാണ്. RL കൂപ്പർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ലാംഗ്വേജ് പ്ലാനിങ് ആൻഡ് സോഷ്യൽ ചേഞ്ച് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹമാണ് 12 ഭാഷാസൂത്രണ 12 നിർവചനങ്ങളെ ഈ പറഞ്ഞ പോലെ പ്രോസസ്സായി കണ്ടുകൊണ്ട്, പ്രോബ്ലമായി കണ്ടുകൊണ്ട് ഒക്കെയുള്ള പലതരം നിർവചനങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നു. ഭാഷാസൂത്രവുമായി ബന്ധപ്പെട്ട 12 നിർവചനങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുകയും തൻ്റെതായ ഭാഷാസൂത്രണ നിർവചനം, നമ്മൾ ഈ ക്ലാസിൻ്റെ അവസാനത്തിൽ അതിലേക്ക് എത്താം, കൂപ്പർ നൽകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പുസ്തകം ആ രീതിയിലും പ്രസിദ്ധമാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ പുസ്തകങ്ങളൊക്കെയും ഈ പറയുന്ന 60കളുടെ ഒടുവിൽ 90കളുടെ ഇടയിൽ ആണ് പ്രധാനമായിട്ടും ഭാഷാസൂത്രണത്തിൻ്റെ ഒരു സൈദ്ധാന്തിക പരിസരം എന്ന് പറയുന്നത് രൂപപ്പെടുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഞാനൊരു ഡിസിപ്ലിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് ഞാൻ എന്താ പറയുക സാമാന്യമായിട്ട് ഒന്ന് സൂചിപ്പിക്കാൻ വിചാരിച്ചത്. ഓക്കെ, പക്ഷേ ഈ ഭാഷാസൂത്രണം എന്ന് പറയുന്നൊരു ആശയം ഒരിക്കലും എന്താ പറയുക വളരെ പുതിയ ഒരു ആശയമൊന്നുമല്ല. നമുക്ക് ഭാഷയെക്കുറിച്ചുള്ള ഏറ്റവും ആദ്യത്തെ ആലോചനകളിൽ ഭാഷാവിജ്ഞാനീയത്തിൻ്റെ ഒരു ഘട്ടത്തിൽ തന്നെ ഏത് ഭാഷയാണ് ഉപയോഗിക്കേണ്ടത്, ഭാഷയ്ക്കകത്ത് ഏറ്റവും ശരിയായ രൂപം എന്താണ്, ഭാഷയ്ക്കകത്തുള്ള പരിപാലനം എന്താണ്, ശരി രൂപം എന്താണ്, ശുദ്ധരൂപം എന്താണ്, ഭാഷ സംരക്ഷിക്കപ്പെടേണ്ടത് എങ്ങനെയാണ്, ഭാഷയ്ക്കകത്ത് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്താണ്, ഇങ്ങനെയൊക്കെ തുടങ്ങിയ ഒരുപാട് ആലോചനകൾ മിക്ക
ഭാഷാ ശാസ്ത്ര കൃതികളിലോ അല്ലെങ്കിൽ ഭാഷാശാസ്ത്രം എന്ന് പറയുന്നത് ഭാഷാ പണ്ഡിതന്മാരൊക്കെയും പൊതുവായി പറയുന്ന കാര്യമാണ്. അപ്പോൾ പാണിനി തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. BC 3 വരുന്ന അത്രയും പഴയ കാലത്ത് തന്നെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരുതരം ഏകരൂപം, ഈ പറയുന്ന പ്രയോഗങ്ങളിലൊക്കെ ഒരു ഏകരൂപം ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. നമ്മുടെ ഈ ലീലാതിലകമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യ ഒരു വ്യാകരണ ചിന്ത എന്ന് പറയാവുന്ന ലീലാതിലകത്തിൽ തന്നെ ഏതൊക്കെ തരം ഭാഷാ രൂപങ്ങൾ ഉപയോഗിക്കണം, ഉപയോഗിക്കരുത്, ഒരുത്തൻ, ഒരുത്തി തുടങ്ങിയ ചില രൂപങ്ങളിലൊക്കെ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഈ പ്രോത്തസിസ് എന്നൊക്കെ നമ്മൾ പിന്നീട് വിളിച്ചിട്ടുള്ള ഈ ആദിസ്വരാഗമം എന്ന് വിളിച്ചിട്ടുള്ള പല സംഗതികളുമുണ്ട്. നമ്മൾ ഈ ഉപയോഗിച്ചിരുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ രാമൻ എന്നൊക്കെ വിളിക്കുന്നത്, അത് രാമൻ എന്നൊക്കെ വിളിക്കുന്നത് എന്തൊരു തെറ്റാണ് എന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെയുള്ള ചില ഈ ഭാഷയുടെ ശുദ്ധരൂപങ്ങൾ, ശരിരൂപങ്ങളെക്കുറിച്ചുള്ള ചില ശാഠ്യങ്ങളും ഭാഷയുടെ മാറ്റങ്ങൾക്കകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വൈലക്ഷണ്യങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളും ഒക്കെയും നമ്മുടെ ഭാഷാ പഠനത്തിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളതാണ്. അതായത് ഭാഷാസൂത്രണം എന്ന് പറയുന്നൊരു വിഷയം രൂപപ്പെടുന്നത് എത്രയോ മുമ്പ് തന്നെ ഭാഷാപരമായ ഭാഷാവിജ്ഞാനത്തിൻ്റെ ഒരു തുടക്കത്തിൽ തന്നെ ഭാഷയെക്കുറിച്ചുള്ള ഇത്തരം ഭാഷാ മാറ്റങ്ങളെയും ആ മാറ്റങ്ങൾക്കകത്ത് എന്താ പറയുക ഉണ്ടാവേണ്ട ചില നിയന്ത്രണങ്ങളെക്കുറിച്ചും ചില മോണിറ്ററിങ്ങിനെ കുറിച്ചൊക്കെയുള്ള ചില ആശയങ്ങൾ പണ്ട് തന്നെ ഉണ്ടായിരുന്നെങ്കിലും ഒരു ഡിസിപ്ലിൻ എന്ന രീതിയിലേക്ക് അത് വികസിക്കുന്നത് 60-കൾക്ക് ശേഷമാണ് എന്നാണ് ഞാൻ ഒരു ഫോർമൽ ഡിസിപ്ലിനായിട്ട് മാറുന്നത് എന്നുള്ള അർത്ഥത്തിൽ. അതായത് ഇതൊരു ഫോർമൽ ഡിസിപ്ലിനായിട്ട് മാറുമ്പോൾ തന്നെ തീർച്ചയായിട്ടും അത് ഭാഷാശാസ്ത്രത്തിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ മുഴുവൻ എന്താ പറയുക ഊർജ്ജവും അല്ലെങ്കിൽ അതിൻ്റെ ആശയങ്ങളും എടുക്കുന്നത്. ഭാഷാശാസ്ത്രത്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞു, സാമൂഹ്യ ഭാഷാശാസ്ത്ര ചിന്തകളുടെ ഭാഗമായിട്ട് തന്നെയാണ് ആ വിഷയം ഉണ്ടാവുന്നത്. എങ്കിൽ കൂടിയും അതിൻ്റെ പരികൽപ്പനകളൊക്കെ രൂപപ്പെടുന്നത് ഭാഷാശാസ്ത്രത്തിന് പുറത്താണ്. പ്രത്യേകിച്ച് പ്ലാനിങ്ങുമായിട്ടാണ് അതിന് ബന്ധം എന്നുള്ളത് കൊണ്ട് തന്നെ എക്കണോമിക്സ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട, എക്കണോമിക്സും പൊളിറ്റിക്കൽ സയൻസും ആന്ത്രപ്പോളജിയുമായിരുന്നു അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഊർജ്ജ അല്ലെങ്കിൽ എന്താ പറയുക ഒരു സോഴ്സ് എന്ന്, ഉറവിട കേന്ദ്രം എന്ന് പറയുന്നത് ആന്ത്രപ്പോളജിയാണ് പ്രധാനമായിട്ടും ഉള്ളത്. അതുപോലെ തന്നെ സോഷ്യോളജി ഉണ്ട്. ആന്ത്രപ്പോളജിയിൽ സാമൂഹ്യശാസ്ത്രം, നരവംശശാസ്ത്രം, രാഷ്ട്രതന്ത്രം, സാമ്പത്തിക ശാസ്ത്രം, അതുപോലെ തന്നെ മനഃശാസ്ത്രം, സൈക്കോളജി വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകിച്ച് ബിഹേവിയറൽ സയൻസിൻ്റെയും കൊഗ്നിറ്റീവ് സയൻസിൻ്റെയൊക്കെ ഒരു വികാസം എന്ന് പറയുന്നത് നമ്മുടെ ഭാഷാ സമാർജനവുമായി ബന്ധപ്പെട്ട പല ആശയങ്ങൾക്കകത്തും അല്ലെങ്കിൽ ഏത് ഭാഷയിലാണ് നമ്മൾ പഠിക്കേണ്ടത്, നമ്മുടെ ഭാഷാബോധനവുമായി ബന്ധപ്പെട്ട ആശയങ്ങളിലൊക്കെ ഈ പറയുന്ന മനഃശാസ്ത്രത്തിൻ്റെ ഒരുപാട് കാഴ്ചപ്പാടുകൾ ഭാഷാസൂത്രണം ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഫോർമൽ ലിംഗ്വിസ്റ്റിക്സിൻ്റെ ഭാഗമായിട്ട് മാത്രമല്ല, അതിൽ നിന്ന് മാത്രം ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് വളർന്ന ഒരു പഠനശാഖയല്ല, മറിച്ച് ഈ പറയുന്ന നരവംശശാസ്ത്രത്തിൻ്റെയും സൈക്കോളജിയുടെയും സോഷ്യോളജിയുടെയും സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെയും രാഷ്ട്രതന്ത്രത്തിൻ്റെയും ഒക്കെ മണ്ഡലത്തിൽ നിന്ന് ആശയങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഭാഷാസൂത്രണം എന്ന് പറയുന്ന ഒരു പുതിയ വിഷയം ഉണ്ടാവുന്നത്. ഓക്കെ, ഞാൻ ആ ഒരു വിഷയം എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങളൊന്ന് സൂചിപ്പിച്ചത്. ഓക്കെ, സ്ട്രക്ചറലിസം പോലുള്ള പോസ്റ്റ് സ്ട്രക്ചറലിസം പോലെയുള്ള, പ്രത്യേകിച്ച് അതിനകത്ത് ഉള്ള ഈ വംശീയതയെ സംബന്ധിച്ച് ഉള്ള പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ, അപകോളനീകരണം എന്ന് പറയുന്ന ഒരു ആശയം, ഇതൊക്കെയും എന്താ പറയുക ഭാഷാസൂത്രത്തെ വലിയ രീതിയിൽ സ്വാധീനിച്ച കാര്യമാണ്. ഓക്കെ, നമ്മൾ തുടക്കത്തിൽ ഈ 3 ആശയങ്ങളെയും സാമാന്യമായിട്ടൊന്ന് വേർതിരിച്ച് പറയാം. നമ്മുടെ തുടർ ചർച്ചയിൽ നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടി ഭാഷാസൂത്രണം, ഭാഷാ നയം, ഭാഷാ മനോഭാവം, ഇതെന്താന്ന് വളരെ സാമാന്യമായിട്ടൊന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് പോകാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഭാഷാസൂത്രണം എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ അതൊരു ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആക്ടിവിറ്റിയാണ് അല്ലേ. അടുത്തൊരു 10 വർഷത്തേക്ക്, 20 വർഷത്തേക്ക്, 50 വർഷത്തേക്ക് നമ്മുടെ ജീവിതം എന്താവണം, നമ്മുടെ ഗതാഗതം എന്താവണം, അല്ലെങ്കിൽ നമ്മുടെ കൃഷി എന്താവണം, നമ്മുടെ വ്യവസായം എന്താവണം, ഇങ്ങനെ ഓരോ മേഖലയിലും നമ്മൾ നടത്തുന്ന ഭാവിയെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നടത്തുന്ന പ്ലാനിങ്, അതിനാണ് പ്ലാനിങ്, ആസൂത്രണം എന്ന് പറയുന്നത്. നമ്മുടെ വിഭവങ്ങളുടെയും അതിൻ്റെ ഉപയോഗത്തെയും സംബന്ധിച്ച ശാസ്ത്രീയമായിട്ടുള്ള ഒരു മുൻകൂട്ടിയുള്ള ആലോചനയും അതിനനുസരിച്ചിട്ടുള്ള ചില പദ്ധതികൾ നടപ്പിലാക്കലുമാണ് ഈ എല്ലാ ആസൂത്രണങ്ങളിലുള്ളത്. എന്നതുപോലെ അടുത്ത ഏതാനും കാലത്തേക്ക് അതൊരു പക്ഷേ ദീർഘലക്ഷ്യങ്ങളുണ്ടാവാം, ഹ്രസ്വകാല ലക്ഷ്യങ്ങളും. ഏത് ഭാഷ, നല്ല ഒരു ലാംഗ്വേജ് പോളിസിക്ക് അത് രണ്ടും ഉണ്ടാവും. ഒരു ദീർഘകാല ലക്ഷ്യവും ഉണ്ടാവും, ഹ്രസ്വകാല ലക്ഷ്യവും ഉണ്ടാവും. ഇങ്ങനെ ഹ്രസ്വകാല ലക്ഷ്യങ്ങളെ മുൻനിർത്തി, ഭാവി ലക്ഷ്യങ്ങളെ മുൻനിർത്തി ഒരു ഭാഷയ്ക്കകത്ത് ഏതെങ്കിലും ഭരണകൂടമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസിയോ
ഏതെങ്കിലും കൾച്ചറൽ ഏജൻസി ആവാം, സംഘടനകളാവാം, അല്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്ഥാപനങ്ങളാവാം, ഭരണകൂടപരമായ സ്ഥാപനങ്ങളാവാം, അക്കാഡമികൾ പോലെ, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനൊക്കെ പോലെയുള്ള അത്തരം സ്ഥാപനങ്ങൾ ആവാം, ഭരണകൂടം നേരിട്ടാവാം, ചില അക്കാഡമികളാവാം, അല്ലെങ്കിൽ ചില സംഘങ്ങളാവാം, ചില ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്നൊക്കെ പറയുമ്പോൾ ഫ്രഞ്ച് അക്കാഡമി പോലുള്ള ലോകത്തിലെ ആദ്യത്തെ അക്കാഡമി ഈ രീതിയിൽ നിലവിൽ വന്ന് ഫ്രഞ്ച് അക്കാഡമിയാണ്. അതുപോലെ അങ്ങനെയുള്ള പല പല സംഘങ്ങളും ഈ രീതിയിൽ ഉണ്ട് എന്ന് പറയാം. അതിന് ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാൻ ശ്രമിക്കുകയോ, ഇപ്പോൾ ഇവിടെ മലയാള ഐക്യവേദി എന്നൊക്കെ പറയുന്ന പല അത്തരം ജനകീയമായ മൂവ്മെന്റുകളും ഇതിന്റെ ഭാഗമായിട്ട് വരാം. അപ്പോൾ ആ രീതിയിലൊക്കെ ഈ പറയുന്ന ഒരു ഭാഷയുടെ ഭാവിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ആ ഭാഷ ഒരു ജനങ്ങളുടെ ഒരു നിശ്ചിത ഭാഷണ സമൂഹത്തിൻ്റെ ഭാഷണ വൃത്തിയിൽ നമ്മൾ നടത്തുന്ന ഇടപെടലുകളെയാണ് വ്യവസ്ഥാപിതമായ, വളരെ എന്താ പറയുക, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, സംവിധാനഭദ്രമായിട്ടുള്ള ശാസ്ത്രീയമായ ഇടപെടലിനെയാണ് നമ്മൾ ഭാഷാസൂത്രണം എന്ന് പറയുന്നത്. ഒരു ജനതയുടെ ഈ ഭാഷാ വ്യവഹാരങ്ങളിലും അവരുടെ ലാംഗ്വേജ് ആറ്റിറ്റ്യൂഡിലും അവരുടെ ഭാഷയുടെ താല്പര്യത്തിലും, അത് ചോയ്സിൻ്റെ കാര്യത്തിലാവാം, കോഡിൻ്റെ കാര്യത്തിലായിരിക്കാം, അതിൻ്റെ കോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരിക്കാം, ലാംഗ്വേജ് ചോയ്സ്, ഏത് ഭാഷ, ഏത് ഭാഷാരൂപം ഏത് സന്ദർഭത്തിൽ ഉപയോഗിക്കണം എന്നതിന് അതിനെ നമ്മൾ ചോയ്സ് എന്ന് പറയുന്നു, അല്ലേ. അതിൻ്റെ കോഡിനെ സംബന്ധിച്ച് കോഡിഫിക്കേഷൻ എന്ന് പറയുന്നതും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അല്ലെങ്കിൽ ഏത് ഭാഷയാണ് പഠിക്കേണ്ടത് എന്നതാവാം, ഒരു ഭാഷയോടോ അല്ലെങ്കിൽ ആ ഭാഷ സംസാരിക്കുന്ന ജനതയോടോ ഉള്ള അതൊരു ഉപസമൂഹമായിരിക്കാം, ഉപസംസ്കാരമായിരിക്കാം, അതിനോടുള്ള ആറ്റിറ്റ്യൂഡും ആവാം. അങ്ങനെയുള്ള ഭാഷയോടുള്ള മനോഭാവങ്ങൾ അല്ലെങ്കിൽ അവരുടെ തന്നെ ഭാഷാ വ്യവഹാരങ്ങളിൽ നടത്തുന്ന, പുറമെ നിന്ന് നടത്തുന്ന ഒരു ഇടപെടലിനെയാണ് നമ്മൾ ഭാഷാസൂത്രണം എന്ന് പറയുന്നത്. അത് മുകളിൽ നിന്ന് താഴേക്കുള്ള ഒരു ഇടപെടലായിട്ടാണ് പൊതുവെ, നമ്മളൊരു ഡൗൺവേർഡ് ഇടപെടലായിട്ടാണ് അതിനെ നമ്മൾ പൊതുവെ പറയാറുള്ളത്. അതൊരു ഗവൺമെന്റ് ലെവൽ പ്ലാനിംഗ് എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം അത് മൊത്തം സമൂഹത്തിന് മുഴുവൻ ഒരു വളരെ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചു കൊണ്ടുള്ള ഒരു മാസീവായ ഇടപെടലായതുകൊണ്ടാണ് അതിനെ ഭരണകൂട തലത്തിലുള്ള ഇടപെടൽ എന്ന് പറയുന്നത്. ഇതാണ് ഭാഷാസൂത്രണം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഷാസൂത്രണത്തിൻ്റെ സാമാന്യമായൊരു എന്താ പറയുക ആശയമാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ നിന്ന് എങ്ങനെയാണ് ഭാഷാ നയം എന്ന് പറയുന്നത്? ഭാഷാസൂത്രണവും ഭാഷാ നയവും ചേർന്ന് പോകുന്ന ഒന്ന് തന്നെയാണ്, വെട്ടുകാണുന്നവരും ഉണ്ട്. ഓക്കെ, അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. സാമാന്യമായിട്ട് മാത്രം ലാംഗ്വേജ് പോളിസി എന്ന് പറയുന്നത് സത്യത്തിൽ ഈ പറയുന്ന ഭാഷാസൂത്രണത്തിന് പിറകിൽ ഉള്ള അതിൻ്റെ തത്വമാണ്, അതിൻ്റെ ഫിലോസഫിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ കാഴ്ചപ്പാടാണ്. ഈ ഭാഷാസൂത്രണത്തെ നയിക്കുന്ന അതിൻ്റെ സ്ട്രാറ്റജികളാണ്, അതിന് പിറകിലുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ തത്വങ്ങൾ, അതിൻ്റെ പ്രിൻസിപ്പിൾസ് ആയിരിക്കാം, അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഉണ്ടാവാം, നയങ്ങൾ ഉണ്ടാവാം, ഗൈഡ് ലൈൻസ് ഉണ്ടാവും. ഇതെല്ലാം ചേർന്നാണ് ഭാഷാ നയം എന്ന് പറയുന്നത്. ഈ ഭാഷാ നയം ചിലപ്പോൾ വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട്, വളരെ തുറന്നു പറഞ്ഞ, ഔപചാരികമായി പറഞ്ഞ് രേഖപ്പെടുത്തിയ ഒന്നായിട്ട് വരാം. ചിലപ്പോൾ അങ്ങനെ ആവണമെന്നില്ല. അത് ഇങ്ങനെ വേണ്ടത്ര രേഖപ്പെടുത്താതെ ഗുപ്തമായ നിലയിലും ഒരു സമൂഹത്തിനകത്ത് അതിൻ്റെ ഭാഷാ നയം ഉണ്ടാകാം. പൊതുവെ ഭാഷാ നയം പൂർണ്ണമായും എന്താ പറയുക, കൃത്യമായിട്ട് സ്റ്റേറ്റ് ചെയ്തിട്ടുള്ള ഫ്രാൻസിനെ പോലെയൊക്കെയുള്ള ചില രാഷ്ട്രങ്ങൾ ഉണ്ടാവും. നമുക്കൊക്കെ അങ്ങനത്തെ ഒരു ഭാഷാ നയം കൃത്യമായിട്ടൊന്നും നമ്മൾ രൂപപ്പെടുത്തി എടുത്തിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടെ നമുക്ക് ഓർക്കാം. ഓക്കെ, അതിലേക്ക് നമുക്ക് പിന്നീട് വരാവുന്ന ഒരു കാര്യം. അതായത് ഈ ഭാഷാസൂത്രത്തിന് ആവശ്യമായ സ്ട്രാറ്റജികൾ രൂപം കൊള്ളുന്ന, അല്ലെങ്കിൽ സ്ട്രാറ്റജികളും അതുമായി ബന്ധപ്പെട്ട ആശയങ്ങളും തത്വങ്ങളും നിലപാടുകളും, അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാട്, ആ ഒരു ഭരണകൂടത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ ഒരു നയരേഖയാണ് സത്യത്തിൽ, അതുമായി ബന്ധപ്പെട്ട നിയമാവലികളുമാണ് ഭാഷാ നയം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഭാഷാ നയം എന്താണ്, ഭാഷാസൂത്രണം എന്താണ്, ഇതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഒരു വ്യത്യാസമാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. മറ്റത് ലാംഗ്വേജ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്, അല്ലേ. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആറ്റിറ്റ്യൂഡ് ഇൻ റിലേഷൻ ടു എ ലാംഗ്വേജ്, അല്ലെ. ഒരു ഭാഷയോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അതൊരു ഫീലിംഗ് ആണ്, അല്ലേ. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ഫീലിംഗ്, പെർസെപ്ഷൻ ഓർ ബിഹേവിയർ, അല്ലെ. നമ്മുടെ ഒരു പെർസെപ്ഷനാണ്. ആ ഭാഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടാവാം, ഒരു സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടാവാം, ആ ഭാഷയോടുള്ള ഒരു വൈകാരിക ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ ആ ഭാഷയോടുള്ള നമ്മുടെ ഒരു വൈകാരികത എന്താണ്, ആ ഭാഷയോടുള്ള നമ്മുടെ ഫീലിംഗ് എന്താണ്, അല്ലെ. ആ ഭാഷയോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്, ആ ഭാഷയിൽ എങ്ങനെയാണ് പെരുമാറുന്നത്, അല്ലെ. ഒരു ഭാഷയോടാവാം, ഒരു സമൂഹത്തോടാവാം, ഒരു ഉപസമൂഹത്തോടാവാം, അല്ലെ. അതിനോടൊക്കെയുള്ള നമ്മുടെ പെരുമാറ്റം, ഇതിനെ നമ്മൾ ലാംഗ്വേജ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയും. ഇപ്പോൾ ഒരു മലയാളി സമൂഹം മലയാളത്തോട് പുലർത്തുന്ന അതിൻ്റെ ഒരു മനോഭാവം എന്താണ്, മറ്റൊരു ഭാഷയോടോ ഇവിടെ തന്നെയുള്ള ഗോത്രഭാഷയോടോ മറ്റു ഭാഷകളോടോ ആ സമൂഹത്തോടോ പുലർത്തുന്ന നിലപാട് എന്താണ്, മറ്റൊരു വിദേശ ഭാഷയോടോ അധിനിവേശ ഭാഷയോടോ പുലർത്തുന്ന നിലപാടാണ്. ഇതൊക്കെ
ഇതൊക്കെ ഈ പറയുന്ന ഭാഷാ മനോഭാവം എന്ന് പറയുന്നത് അതൊരു ജനതയ്ക്കകത്താണ് ഈ ഭാഷാ മനോഭാവം. ഈ ഭാഷാഭിഭാവത്തെ അല്ലെങ്കിൽ ഭാഷാ മനോഭാവത്തിൽ പോലും അഥവാ ഈ ഭാഷാ മനോഭാവത്തെ സർക്കാർ ആഗ്രഹിക്കുന്ന ആവശ്യപ്പെടുന്ന ഇച്ഛാനുസാരിയായ ഒരു ഭാഷാ മനോഭാവമാക്കി മാറ്റിയെടുക്കുക എന്നതാണ് ഭാഷാസൂത്രകന്റെ അല്ലെങ്കിൽ ലാംഗ്വേജ് പ്ലാനറുടെ ജോലി എന്ന് പറഞ്ഞാൽ അല്ലെ. അയാൾ ചെയ്യുന്നത് ഈ ഗവൺമെന്റ് ലെവൽ ലാംഗ്വേജ് പോളിസി എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്, ഒരു ഭാഷാ നയമുണ്ട്. ഈ ഭാഷാ നയത്തിനനുസരിച്ച് ഈ ജനങ്ങളുടെ ഭാഷാ മനോഭാവത്തിൽ മാറ്റമുണ്ടാക്കുന്നതിന്റെ സ്ട്രാറ്റജികളും അതുമായി ബന്ധപ്പെട്ട ആസൂത്രണങ്ങളും പദ്ധതി നിർവഹണവും ഒക്കെയാണ് എന്താ പറയുക ഭാഷാസൂത്രകന്റെ ലാംഗ്വേജ് പ്ലാനറിന്റെ ഒരു ജോലി എന്ന് പറയുന്നു. ഓക്കെ, ഞാൻ എന്തായാലും ഈ 3 അടിസ്ഥാന സംഗതികളൊന്ന് വേർതിരിച്ച് പറഞ്ഞു എന്ന് മാത്രം. അതൊക്കെ നിങ്ങൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കാം. പറഞ്ഞു വന്നത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഭാഷ എന്ന് പറയുന്നത് നമ്മളൊരു ടൂളാണ്, ഒരു ഉപകരണമാണ്. അല്ലെങ്കിൽ ഭാഷയുമായി ബന്ധപ്പെട്ടൊരു ഉപകരണ യുക്തി ഒരു കാലത്ത് നമ്മൾ വികസിപ്പിച്ചിരുന്നു. അതിങ്ങനെ ഒരു ഉടുപ്പ് എടുത്ത് അഴിച്ച് വേറെ ഉടുപ്പ് ഇടുന്നത് പോലെ വെറും നമ്മൾ ആശയങ്ങളെ അവതരിപ്പിക്കാനുള്ള ഒരു ഉപാധിയാണ് എന്ന രീതിയിൽ നിന്ന് ഭാഷയെ കണ്ടിരുന്ന കാഴ്ചപ്പാട് മാറുകയും ഭാഷയും സാമൂഹികതയും സംസ്കാരവും, ഭാഷ, സാമൂഹികത, സംസ്കാരം ഇവ പരസ്പരം ഇഴപിരിക്കാൻ കഴിയാത്ത വലിയൊരു ഇഴബന്ധമുണ്ട് എന്ന് പറയുന്ന കാഴ്ചപ്പാടിലാണ് ഭാഷാസൂത്രണം പോലുള്ള പുതിയ അല്ലെങ്കിൽ അത്തരമൊരു സാമൂഹ്യ ഭാഷാശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടിലാണ് ഈ ഡിസിപ്ലിൻ തന്നെ ഉണ്ടാകുന്നത് എന്ന് അല്ലേ. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭാഷാഭിഭാവം എന്നൊക്കെ പറയുന്നത്. ഭാഷയ്ക്ക് ഈ പറഞ്ഞ ഭാഷയ്ക്കകത്ത് ഒരു ഇമോഷണൽ ലോഡ് തീർച്ചയായിട്ടും ഉണ്ട്. ഭാഷയ്ക്കകത്ത് അതിൻ്റെ അർത്ഥങ്ങളുടെ, ആശയങ്ങളുടെ, അതിൻ്റെ ചിഹ്നങ്ങളുടെ ഒരു ലോഡ് മാത്രമല്ല ഒരു ഭാഷ കൊണ്ട് നടക്കുന്നത്. അതിനകത്ത് അഫക്ഷൻ്റെ ഒരു വലിയ ലോഡുണ്ട്, ഇമോഷൻസിൻ്റെ ഒരു വലിയ വൈകാരികതയുടെ ഒരു ലോഡുണ്ട്. അതുകൊണ്ടാണ് ഭാഷയെ തൊട്ട് ഒക്കെ കളിക്കുമ്പോൾ വലിയ കലാപങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങളൊക്കെ അതാണെന്ന് പറയും. ഒരു ഭാഷയോട് അത്തരം ഒരു വലിയ ജൈവിക ബന്ധം, ഈ ഭാഷയും സമൂഹവും സംസ്കാരവും അങ്ങനെ ഒരു ജൈവിക ബന്ധത്തിലാണ്. സ്വത്വവും, ഈ ഭാഷ, സാമൂഹികത, സംസ്കാരം, സ്വത്വം, ഇത് 4ഉം പരസ്പര ബന്ധിതമാണ് എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു ഭാഷയ്ക്ക് മീതെ, സമൂഹത്തിന് മീതെ, നമ്മുടെ സംസ്കാരത്തിന് മീതെ, നമ്മുടെ സ്വത്വത്തിന് മീതെ ഉണ്ടായ ഏറ്റവും വലിയ അധികാരപൂർവമായ ഇടപെടലിനെയാണ് നമ്മൾ കോളനീകരണം എന്ന് വിളിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ഭാഷാസൂത്രണം എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ എമേർജ് ചെയ്യുന്നതിൻ്റെ ഒരു പൊളിറ്റിക്കൽ റീസണിലേക്ക് നമുക്ക് മെല്ലെ പോകാം എന്ന് തോന്നുന്നു. കാരണം അതുവരെയൊക്കെ ഭാഷയെക്കുറിച്ചുള്ള ചിന്തകൾ എന്ന് പറയുന്നത് അവനവൻ സംസാരിക്കുന്ന വ്യവഹാര രൂപത്തെ കുറിച്ചിട്ടുള്ള ആലോചനകൾ എന്ന രീതിയിലാണ് അല്ലേ. ഓരോ സമൂഹവും അവർക്ക് ആവശ്യമായ അവരുപയോഗിക്കുന്ന ഭാഷയുടെ ചില വ്യാകരണ നിയമങ്ങളും അതിൻ്റെ ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ആലോചനകൾ അല്ലെങ്കിൽ പൊതുവെ ഭാഷയെക്കുറിച്ചുള്ള ആലോചനകൾ എന്ന രീതിയിലാണ് നമ്മുടെ ഭാഷാ പഠനമൊക്കെ ഒരു വലിയ കാലം ഉണ്ടായിരുന്നത്. പക്ഷെ കൊളോണിയൽ കാലമാകുമ്പോഴേക്കും ഭാഷകളുടെ ചരിത്രാത്മകമോ താരതമ്യാത്മകമായ ചില വിശകലന പദ്ധതികൾ ഉണ്ടാവുകയും ചില തരതമ ഭേദങ്ങൾ അവിടെ തന്നെ രൂപം കൊള്ളുകയും ഭാഷ പരിണാമിയാണെന്നുള്ള ചില ആശയങ്ങൾ ഉണ്ടാവുകയും അതിന് ചില പൊതു ഒറിജിൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ ചില സിദ്ധാന്തങ്ങൾ ഉണ്ടാവുകയും അത് ഒരു ഭാഷയെ പരിണാമത്തെ എങ്ങനെയാണ് നമ്മൾ അൾട്ടർ ചെയ്യുക അത്തരം ചില കാര്യങ്ങളിലേക്കും ഭാഷാ അധിനിവേശത്തിന്റെ തലത്തിലേക്കും കൂടെ അത് കടന്നു വരികയും ചെയ്യുന്നു. ഇതാണ് കൊളോണിയലിസത്തിന്റെ ഒരു നീണ്ട കാലം എന്ന് പറയുന്നത്. ആ കൊളോണീകരണം എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിന് മീതെ, നമ്മുടെ എന്താ പറയുക സാമൂഹികതയുടെ മീതെ, സ്വത്വത്തിന്റെ മീതെ എന്നതുപോലെ ഭാഷയുടെ മീതെയും നടത്തിയ വലിയ അധിനിവേശമായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായും ഒരു പ്രത്യേക ഘട്ടത്തിൽ ഈ കോളനീകരണത്തിനെതിരായ വലിയ സമരങ്ങളുടെ ഭാഗമായിട്ട് എന്താ പറയുക നമ്മുടെ പാരമ്പര്യത്തെ മുറുകെ പിടിക്കുക എന്നതിൻ്റെ ഭാഗമായി, നമ്മുടെ സ്വത്വത്തെ മുറുകെ പിടിക്കുക എന്നതിൻ്റെ ഭാഗമായി, നമ്മുടെ തനത് സാമൂഹികതയെ നിലനിർത്തുക എന്നതിൻ്റെ ഭാഗമായൊക്കെയും അതിന് ഭാഷയുമായിട്ട് നേരിട്ട് ബന്ധം കൽപ്പിക്കുകയും അത് പലപ്പോഴും ഭാഷാദേശീയത എന്ന് പറയുന്നൊരു കാഴ്ചപ്പാടിലേക്ക് എത്തുകയും ഭാഷയുമായിട്ട് അത്തരം ഒരു വൈകാരിക ബന്ധത്തെ സ്ഥാപിച്ചെടുക്കുന്ന തരം എന്താ പറയുക ആശയാവലികളിലേക്കും സമരങ്ങളിലേക്കൊക്കെ എത്തുകയും ചെയ്ത് നമുക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ് അല്ലേ. അപ്പം ആ രീതിയിൽ ഈ കോളനികളൊക്കെയും സ്വതന്ത്ര രാഷ്ട്രങ്ങളായി മാറുന്നൊരു ഘട്ടമാകുമ്പോഴേക്കും ആ രാഷ്ട്രം എന്താണ് എന്ന്, ആ രാഷ്ട്രത്തിൻ്റെ പൈതൃകം എന്താണ്, അതിൻ്റെ സ്വത്വം എന്താണ്, അതിൻ്റെ സാമൂഹികത എന്താണ്, അതിൻ്റെ പാരമ്പര്യവും സംസ്കാരവും എന്താണ് തുടങ്ങിയ അന്വേഷണങ്ങളുടെ ഭാഗമായിട്ടാണ് പലപ്പോഴും ആ രാഷ്ട്രത്തിൻ്റെ ഭാഷയെക്കുറിച്ചുള്ള ആലോചനകളും ഉണ്ടാകുന്നത് എന്ന് നമുക്ക് പറയാം. അതുകൊണ്ടാണ് ഈ 40കളിലോ അല്ലെങ്കിൽ 50കളിലോ ഒക്കെ ഈ കോളനികൾ സ്വതന്ത്രമാകുമ്പോഴാണ് ഈ ഏഷ്യയിലായാലും ആഫ്രിക്കയിലായാലും ലാറ്റിൻ അമേരിക്കയിലായാലും
അല്ലെ. അപ്പോൾ ഏഷ്യയിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും യൂറോപ്പിന്റെ കോളനികൾ ഉണ്ടായിരുന്നു നമുക്കറിയാം. ഈ യൂറോപ്പിന്റെ കോളനികളിൽ നിന്ന് ഈ പറയുന്ന നാട്ടുരാജ്യങ്ങളൊക്കെയും സ്വതന്ത്രമാകുന്ന ഒരു ഘട്ടത്തിലാണ്, ഈ ഭൂഖണ്ഡങ്ങളൊക്കെയും പല പല ദേശരാഷ്ട്രങ്ങളായി രൂപീകരിക്കുന്ന ഘട്ടത്തിലാണ് ആ രാഷ്ട്രത്തിന്റെ ഒരു സാമൂഹിക സ്വത്തും സാംസ്കാരിക സ്വത്തും എന്ന രീതിയിലൊക്കെ അവരുടെ നാഷണൽ ഐഡന്റിറ്റിയുടെ ഭാഗമായിട്ട് തന്നെ ഒരു ഭാഷയെക്കുറിച്ചിട്ടുള്ള ആലോചനകൾ ഉണ്ടാകുന്നത് എന്ന് പറയാം. അവിടെയാണ് ഈ അപകോളനീകരണത്തിന്റെ ആദ്യഘട്ടം ഉണ്ടാകുന്നത് എന്ന് പറയാം. അപ്പൊ നീണ്ട കാലത്തെ, അത് 500 വർഷമോ എത്രയോ വർഷമോ ആയിക്കോട്ടെ, അത്രയും കാലത്തെ കൊളോണിയൽ ആധുനികത എന്ന് പറയുന്ന അതിന്റെ ജ്ഞാന ബോധം എന്ന് പറയുന്നത്, അതിന്റെ യുക്തി എന്നൊക്കെ പറയുന്നത് അല്ലെ, അതിനകത്തുള്ളൊരു തരം അൺഡൂയിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്, അതിനെ അഴിച്ചെടുക്കുന്ന ഒരു പ്രക്രിയ ലോകമെമ്പാടും നടക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ പറയുക, അതിനെതിരായ റെസിസ്റ്റൻസും ഈ പറയുന്ന പരിഷ്കരണവാദപരമായ ആധുനികതയിൽ നിന്ന് തുടങ്ങി ഈ ആധുനികതയെ ഉയർത്തിപ്പിടിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ മൂല്യബോധത്തെ ഉയർത്തിപ്പിടിക്കുന്ന പാശ്ചാത്യ ആധുനിക മൂല്യബോധത്തെ ഉയർത്തിപ്പിടിക്കുകയും അതുമായി ബന്ധപ്പെട്ട് പിന്നീട് വന്ന് സാർവലൗകികത എന്നൊക്കെ പറഞ്ഞ ചില സങ്കല്പങ്ങളിൽ അഭിരമിക്കുകയും അത്തരം ചില സങ്കല്പങ്ങളിൽ ഊന്നുകയും ഈ പ്രാദേശികതയെ തള്ളിപ്പറയുകയൊക്കെ ചെയ്യുന്ന ഒരു സമൂഹം അവിടെ ഉണ്ടാവുന്നുണ്ട്. ഒരു ആഗോള പൗരത്വത്തിലേക്കുള്ളൊരു മാറ്റവും അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് അവിടെ വലിയ ഫ്രിക്ഷനിലേക്കും കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്വതന്ത്ര രാഷ്ട്രങ്ങളായിട്ട് കോളനികളൊക്കെ മാറുന്ന ഏഷ്യയിലായാലും ലാറ്റിൻ അമേരിക്കയിലായാലും ഒക്കെ വികസിച്ചു വരുന്ന ഒരു ഘട്ടത്തിലാണ് ഭാഷാസൂത്രണവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ഉണ്ടാകുന്നത്. അത് ഇവിടെ സംഭവിച്ചതുപോലെ ഹിന്ദിയാകണോ സംസ്കൃതമാകണോ ഇന്ത്യയുടെ ഭാഷ എന്ന് വലിയൊരു ചർച്ച ഇവിടെ ഉണ്ടാവുന്നുണ്ട്. വലിയ ഭാഷാ കലാപങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഉറുദുവിന് അതിൻ്റെതായ സ്ക്രിപ്റ്റും ദേവനാഗരി സ്ക്രിപ്റ്റ് ഇവിടെ ഹിന്ദിക്കുമൊക്കെ ഉണ്ടാകുന്നത് അതിൻ്റെ മതപരമായ ഐഡന്റിറ്റിയുടെ ഒരു സംഗതി കൂടിയാണ്. ഒരു ഭാഷ തന്നെ അല്ലെങ്കിൽ ഒരു ക്ലസ്റ്ററിൽ തന്നെയുള്ള ഭാഷകൾ രണ്ട് വ്യത്യസ്തമായ സ്ക്രിപ്റ്റുകളിലേക്ക് പോകുന്ന ഘട്ടത്തിലേക്ക് തന്നെ ഇത്തരം വലിയ ഫ്രിക്ഷനുകൾ, വലിയ സംഘർഷങ്ങളും അവിടെ ഉണ്ടാവുന്നത് നമുക്ക് അറിയാം. ഓക്കെ, അതിൻ്റെ ഒരു വിശദാംശം നമുക്ക് അവസാനത്തെ സെഷനിൽ നമുക്ക് പറയാവുന്നതാണ്. എന്തായാലും ഈ ഭാഷാപരമായ അധിനിവേശത്തിൽ നിന്നുള്ള വിടുതി എന്ന നിലയ്ക്കാണ് പലപ്പോഴും ഭാഷാസൂത്രണ സംരംഭങ്ങൾ ഉണ്ടായത് എന്ന് പറയാം. ഇത് പൊതുവെ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഒക്കെ കാര്യമാണ്. ഏഷ്യയിലെയും ആഫ്രിക്കയിലും അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കയിലും കാര്യമാണെങ്കിൽ അമേരിക്കയിലും പലപ്പോഴും യൂറോപ്പിലെ പല പ്രദേശങ്ങളിലും ഓസ്ട്രേലിയയിലൊക്കെ മറ്റു പല തരത്തിലാണ് ഈ ഭാഷാസൂത്രണം എന്ന് പറയുന്നൊരു വിഷയം അവിടുത്തെ സാംസ്കാരിക വ്യവസ്ഥയിലെ ചില സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അമേരിക്കയിൽ സംഭവിച്ചത് ഈ പറഞ്ഞ അമേരിക്ക ഒരു ലോകരാഷ്ട്രമായി മാറുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്നു. അമേരിക്കയിലേക്ക് ഈ ബൗദ്ധിക സ്വത്തുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരു വലിയ സമൂഹം മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വരികയും അമേരിക്കയുടെ സവിശേഷമായ ഒരു ജനാധിപത്യ വ്യവസ്ഥയ്ക്കകത്ത് അവർക്ക് വളരെ പ്രധാനപ്പെട്ട വളരെ പവർഫുള്ളായ ഗ്രൂപ്പുകളായിട്ട് മാറുകയും ചെയ്തു. പ്രത്യേകിച്ച് ജർമ്മനിയിൽ നിന്ന് വന്നിട്ടുള്ളവരും ഫ്രാൻസിൽ നിന്ന് യൂറോപ്പിൽ നിന്നൊക്കെ അമേരിക്കയിലേക്ക് കുടിയേറിയ ആളുകൾ അല്ലെ, അവരവരുടെ ഭാഷാപരമായ സ്വത്വത്തെയും തനിമയെയും സാമൂഹികതയും ഗണത്തെയും ഒക്കെ അതുപോലെ നിലനിർത്തിക്കൊണ്ടുള്ള വലിയ വലിയ ഗ്രൂപ്പുകൾ കമ്മ്യൂണിറ്റികളായിട്ട് അവിടെ മാറി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുടിയേറ്റക്കാരായ ജനത അവരുടെ സംസ്കാരവും അവരുടെ ഈ പറയുന്ന എന്താ പറയുക അവരുടെ ഈ സാമൂഹ്യ ബന്ധു അവരുടെ ഐഡന്റിറ്റിയും അവരുടെ നാഷണൽ ഐഡന്റിറ്റി എന്ന് പറയുന്ന ഐഡന്റിറ്റിയും അതുപോലെ നിലനിർത്തിക്കൊണ്ട് അമേരിക്കയിൽ ജീവിക്കുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവർക്കുണ്ടാകുന്ന ചില ഭാഷാപരമായ പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് വേണോ ജർമ്മൻ വേണോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് വേണോ ഫ്രഞ്ച് വേണോ എന്നുള്ള പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. അവർക്ക് മീതെ ഇംഗ്ലീഷ് അടിച്ചേൽപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ പ്രശ്നങ്ങൾ അമേരിക്കയിലെ ഒരു ഭാഷാ പ്രശ്നമായിരുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കയിലെ നീണ്ടകാലത്തെ അധിനിവേശത്തിന്റെ ഭാഗമായി അമേരിക്കൻ ഗോത്ര ഭാഷകളിൽ ഉണ്ടായിട്ടുള്ള എന്താ പറയുക വലിയ നഷ്ടം എന്ന് പറയുന്നത് ഈ തങ്ങളുടെ ഈ ലാംഗ്വേജ് ഷിഫ്റ്റിന്റെ ഭാഗമായിട്ട് തങ്ങളുടെ ഭാഷാ സ്വത്വത്തേക്ക് ഉപേക്ഷിച്ചുകൊണ്ട് ഇംഗ്ലീഷിലേക്ക് ഈ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കുടിയേറിയ ജനതയുടെ സ്വത്ത് പ്രശ്നങ്ങൾ എന്നുള്ളതിൽ അവിടെ നിലനിൽക്കുന്ന ഭാഷകളുടെ പ്രശ്നങ്ങൾ എന്ന രീതിയിൽ തദ്ദേശീയരുടെ പ്രശ്നം മറ്റൊന്നായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കയുടെ പ്രശ്നം മറ്റൊന്നായിരുന്നു, നമ്മുടെ ഈ പറഞ്ഞ യൂറോപ്പിന്റെ പ്രശ്നം മറ്റൊന്നായിരുന്നു, നമ്മുടെ ഏഷ്യയുടെയും ആഫ്രിക്കയുടെയും ഭാഷാസൂത്രണത്തിന്റെ പ്രശ്നം മറ്റൊന്നായിരുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഭാഷാസൂത്രത്തിന് അങ്ങനെ പൊതുവായ ചില തത്വങ്ങൾ പറയുമ്പോൾ പോലും ഓരോ സമൂഹത്തിൻ്റെയും ഭാഷാസൂത്രണ പ്രശ്നങ്ങൾ വേറെയായിരുന്നു എന്ന് നമുക്കൊരു ധാരണ കൂടി ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു സംഗതി എന്ന് പറയുന്നത് ഞാൻ ഒരു ബൈലിംഗ്വൽ സൊസൈറ്റിയും അല്ലെങ്കിൽ ഒരു മോണോലിംഗ്വൽ സൊസൈറ്റിയും നമ്മളൊരു വ്യത്യാസം പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഭാഷാസൂത്രണം എവിടെയാണ് ഇടപെട്ട് വന്നത് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് കടക്കാം. അതായത് ഈ ലാംഗ്വേജ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നൊരു സാധനം, ഭാഷാ വൈവിധ്യം എന്ന് പറയുന്നൊരു സാധനം എല്ലാ കാലത്തും ഒരു പ്രശ്നമായിരുന്നു.
പ്രത്യേകിച്ച് ഈ ദേശരാഷ്ട്രങ്ങൾ രൂപം കൊള്ളുന്നൊരു ഘട്ടത്തിൽ ആ ദേശരാഷ്ട്രങ്ങൾക്കകത്ത് അതിനൊരു പൊതു ഐഡന്റിറ്റി ഉണ്ടാകുമ്പോൾ അവിടെയുള്ള സംസ്കാരത്തിൻ്റെയും സമൂഹത്തിൻ്റെയും വംശീയതയുടെയും വ്യത്യാസം അതിൻ്റെ ദേശീയതയ്ക്കുള്ള ഒരു ചലഞ്ചായിട്ടാണ് പൊതുവെ ആ കാലത്തെ ദേശീയതാവാദികൾ കണ്ടിരുന്നത് നമുക്കറിയാം അല്ലേ. അത് വലിയൊരു ചലഞ്ചാണ്, പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്നമായിട്ടാണ് അവരതിനെ പ്രശ്നമായിരുന്നത്, ഒരു പ്രോബ്ലം ആയിട്ടാണ് അവരതിനെ കണ്ടിരുന്നത്. വ്യത്യസ്തമായ വംശീയതകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ മുകളിലുള്ള ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യാനസ് എന്ന് പറയുന്നൊരു സംഗതി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ദേശീയത, ഭാരതീയത എന്ന് പറഞ്ഞതിനെ സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമം, ഇതൊക്കെ ഇവിടെ നടക്കുന്നത് ലോകത്തെല്ലായിടത്തും നടക്കുന്നത് പോലെ തന്നെ. ചിലടത്ത് വലിയ വലിയ വംശീയ കലാപങ്ങൾ ഉണ്ടാവും. അതേപോലെ തന്നെ ഭാഷാ വൈവിധ്യം എന്ന് പറയുന്നത് ആ ഒരു പ്രത്യേക രൂപീകരിക്കപ്പെട്ട രാഷ്ട്രത്തിനകത്ത്, അതൊരു ബൈലിംഗ്വൽ അല്ലെങ്കിൽ മൾട്ടിലിംഗ്വൽ സൊസൈറ്റി ആണെങ്കിൽ, ബഹുഭാഷാ രാഷ്ട്രമാണെങ്കിൽ, അവിടെയുള്ള പലതരം ഭാഷകൾ, ഭാഷാ വൈവിധ്യം എന്ന് പറയുന്നത് അത് ഒരു രോഗാവസ്ഥയോ കുഴപ്പമോ വൈകല്യമോ ആയി കാണുന്ന ഒരു രീതിയാണ്, ഒരു പ്രശ്നമായി കാണുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അത് വലിയ ഒരു പ്രശ്നമായിട്ട്, അല്ലെ, അതൊരു ഒരു ലാംഗ്വേജ് പ്രോബ്ലമായിട്ട് അതിനെ എങ്ങനെ പരിഹരിക്കാം എന്നതുമായി ബന്ധപ്പെട്ടാണ് ഭാഷാസൂത്രണത്തിൻ്റെ ആദ്യത്തെ ചിന്തകളൊക്കെയും ഉണ്ടാകുന്നത് എന്നുള്ള. അപ്പോൾ നമ്മുടെ പല നിർവചനങ്ങളും അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട്, അവർ ഭാഷ സംസാരിച്ച് എന്തൊക്കെ കുഴപ്പമുണ്ടാകുന്നുണ്ട്, അത് പരിഹരിച്ച് കളയണം, അതിന് ഭരണകൂടത്തിൻ്റെ ലെവലിൽ നിന്നുകൊണ്ട് ഒരു തരം പോലീസിങ്ങിൻ്റെ സംഗതി ആവശ്യമാണ്. അങ്ങനെയൊക്കെയുള്ള ചില ആശയങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ വൈകാതെ തന്നെ ഈ ഭാഷാ വൈവിധ്യം എന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥയോ ഒരു കുഴപ്പമോ വൈകല്യമോ അല്ല എന്നും ഈ ആധുനികമായിട്ടുള്ള ഭാഷാസൂത്രണ സങ്കല്പം വികസിക്കുന്നതോടുകൂടെ അവരതിനെ കാണുന്നത് അതൊരു നാച്ചുറൽ റിസോഴ്സാണ് എന്നുള്ളതാണ്. ഭാഷ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഭാഷകളുടെ സമൃദ്ധി എന്ന് പറയുന്നത്, ഒരു വൈവിധ്യം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ ബൗദ്ധികമായിട്ടുള്ള സമ്പത്താണ് എന്ന് പറയുന്ന ഒരു നാച്ചുറൽ സ്വാഭാവികമായ എന്താ പറയുക വിഭവമാണ്, റിസോഴ്സാണ് എന്നുള്ളത്. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ കരിമണലായാലും എണ്ണയായാലും അല്ലെ, പ്രകൃതി വിഭവങ്ങളായാലും അതുപോലെയൊക്കെ തന്നെ ആ ജനതയെ ഏറ്റവും വലിയ സമ്പത്തായി കാണുന്ന ഒരാശയമാണ് ആധുനികമായ ഭാഷാശാസ്ത്രം ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ അത് ഒരു പക്ഷേ നമ്മുടെ വികസന സങ്കല്പത്തിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ സോക്കാൾഡ് ഈ പറഞ്ഞ ആധുനികത പിന്തുടർന്നു വന്ന നമ്മുടെ ഒരുതരം വികലമായിട്ടുള്ള വികസന സങ്കല്പത്തെയും അതിൻ്റെ രാഷ്ട്രീയ ബോധത്തിനും ഒക്കെ ഒരുപാട് ചലഞ്ച് ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ ആ വികസന സങ്കല്പങ്ങൾ ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് എന്താണ് വികസനം എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പോലുള്ള ആശയങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നിലനിൽക്കുന്ന പ്രകൃതിയെയും അതിൻ്റെ സ്വാഭാവികമായ അവസ്ഥയും എന്താ പറയുക സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനം എന്ന് പറയുന്ന സങ്കല്പമൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിനെ വലിയൊരു റിസോഴ്സായി കാണുന്ന ഒരു സംഗതി ഉണ്ടാവും അല്ലെ. ഇപ്പൊ ബോർദിയോ ഒക്കെ പറയുന്നത് ഭാഷാ മൂലധനം എന്നാണ്. ഭാഷാ മൂലധനം ഒരു ക്യാപിറ്റലാണ് അത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ രീതിയിൽ ഭാഷയെ ഒരു മൂലധനമായി കാണുന്ന ഒരു പുതിയ പോസിറ്റീവ്, ഈ ഭാഷയുടെ വൈവിധ്യം എന്ന് പറയുന്നത് ആ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയാണ് എന്നും, എന്ന് പറഞ്ഞാൽ ആ ജനതയുടെ വ്യത്യസ്തമായ വൈകാരികതകളുടെയും വ്യത്യസ്തമായ എന്താ പറയുക ജ്ഞാന പദ്ധതികളുടെയും ഒക്കെയുള്ള ഒരു വലിയ സമ്പത്ത് അതുണ്ടെന്നും, ഈ സമ്പത്തിനെ നമുക്ക് എന്താ പറയുക ഏതെങ്കിലും തരത്തിൽ ഒരു വലിയ ക്യാപിറ്റലായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതും, ഈ സമ്പത്തിനെ ഏതെങ്കിലും തരത്തിൽ വിനിമയം ചെയ്യാം എന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് അതിനെ മാറുന്നു എന്നുള്ള. ഇപ്പോൾ നമ്മുടെ ജനകീയാസൂത്രണം പോലുള്ള സംഗതികളിലൂടെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ നമ്മുടെ ഈ കാവുകളെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ള ഉണ്ണികൃഷ്ണൻ ഒരിക്കൽ പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ ആദ്യകാലത്ത് ഈ ഓരോ പ്രദേശത്തിൻ്റെയും വിഭവ ഭൂപടം തയ്യാറാക്കുന്ന ഘട്ടത്തിൽ ഈ പറയുന്ന കാവുകളോ ഈ പറയുന്ന വലിയ ഈ നാച്ചുറൽ റിസോഴ്സൊന്നും അതിൻ്റെ വിഭവങ്ങളായിട്ട് കണ്ടിരുന്നില്ല എന്നുള്ളതാണ്. കാരണം അങ്ങനത്തെ സങ്കല്പം നമുക്കുണ്ടായിരുന്നില്ല. പിന്നെയാണ് ഈ പറയുന്ന ഒരു കാട് എങ്ങനെയാണ് ഒരു വിഭവമായി മാറുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ വലിയ ഏരിയയിൽ ഒരു കാട് ഇതെന്തിനു സംരക്ഷിക്കണം എന്നുള്ളതാണ്, ഇതിന് മനുഷ്യന് എന്താണ് ഗുണം എന്നതായിരുന്നു ഒരു കാലത്തെ വികസന കാഴ്ചപ്പാടാണ് എങ്കിൽ, അങ്ങനെയല്ല ഈ കാട് തന്നെയാണ് ഏറ്റവും വലിയ റിസോഴ്സ് എന്ന രീതിയിലേക്ക് നമ്മുടെ വികസന സങ്കല്പങ്ങൾ അല്ലെങ്കിൽ പുതിയ പാരിസ്ഥിതിക ബോധമൊക്കെ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഭാഷ എന്ന് പറയുന്ന ഭാഷാ വൈവിധ്യം ഒരു കുഴപ്പമല്ല, മറിച്ച് അത് വലിയ സമ്പത്താണ് എന്നുള്ള ഒരു പുതിയ കാഴ്ചപ്പാടും ഉണ്ടാവുന്നത്. എന്ന് വെച്ചാൽ ഭാഷയെ കേവലം ഉപകരണ യുക്തിയിൽ കാണുന്ന ഒരുതരം ബിഹേവിയറൽ ആയ സിദ്ധാന്തങ്ങൾക്കകത്തുനിന്നുകൊണ്ട് മാത്രം ഭാഷയെ കാണുന്ന കാഴ്ചപ്പാടുകളൊക്കെ മാറ്റമുണ്ടാവുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ഒരു വലിയ ഷിഫ്റ്റ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ മറ്റെല്ലാ വിഭവങ്ങളും ആസൂത്രണം ചെയ്യുന്നത് പോലെ മറ്റെല്ലാ നാച്ചുറൽ റിസോഴ്സുകളും ആസൂത്രണം ചെയ്തുകൊണ്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അതിനെ ദീർഘകാലത്തേക്ക് ഉപയോഗിക്കുക, അതിനെ ഏറ്റവും കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കുക, അതിനെ സംരക്ഷിക്കുക എന്ന രീതിയിൽ നമ്മുടെ എല്ലാ വിഭവങ്ങളെയും സ്വാഭാവിക വിഭവങ്ങളെയും സംരക്ഷിക്കുന്നത് പോലെ തന്നെ
അതിനെ സംരക്ഷിക്കുകയും കൃത്യമായ വിനിയോഗം ആസൂത്രണം ചെയ്യുകയും ചെയ്യേണ്ടതാണ് എന്ന കാഴ്ചപ്പാടിൽ ഭാഷയെ കൂടെ നോക്കിക്കാണുന്ന, ഭാഷയെ ഒരു മൂലധനമായി കാണുന്നു എന്നൊരു ജനതയ്ക്ക് ഭാഷ ഒരു ശാപമായിട്ടല്ല, ഒരു പ്രശ്നമായിട്ടല്ല. അല്ലെ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ പ്രയാസമാണ് എന്ന് പറയുന്നത്, അല്ലെ, ഒരു ഗോത്രവാസിക്ക് അവന് നല്ല മലയാളം അറിയില്ല എന്ന് പറയുന്നത് അവന്റെ എന്തോ കുഴപ്പമായിട്ടല്ല, മറിച്ച് അവന് മറ്റൊരു ഭാഷ അറിയാം എന്ന രീതി അവന്റെ ഒരു സ്വത്തായി കണ്ട് അതിനെ സംരക്ഷിക്കുന്ന ഒരു തരം സങ്കല്പത്തിലേക്ക് അത് മാറുന്നു എന്നുള്ളതാണ്. ഈ ഒരു കാഴ്ചപ്പാടിന്റെ ഒരു പ്രധാനപ്പെട്ട മാറ്റം അതാണ്. ഓക്കെ, അപ്പം ആ രീതിയിൽ അതൊരു ബ്ലെസ്സിങ് ആയിട്ട് ബോർദീവിൻ്റെ ഒരു സംഗതി ഞാൻ നേരത്തെ പറയണ്ടായി. അപ്പം ആ രീതിയിൽ ലാംഗ്വേജിനെ ഏറ്റവും വലിയ റിസോഴ്സായി കാണുക എന്ന് പറയുന്ന ഒരു സങ്കല്പം 1984 റൂയിസ് എന്ന് പറയുന്ന പണ്ഡിതനാണ്, റൂയിസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹമാണ് ലാംഗ്വേജ് ആസ് എ റിസോഴ്സ് എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെ, ഭാഷ എന്ന് പറയുന്നത് ഒരു വലിയ റിസോഴ്സാണ്, ഒരു വിഭവമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഓറിയന്റേഷൻസ് ഇൻ ലാംഗ്വേജ് പ്ലാനിംഗ് എന്ന് പറയുന്ന പുസ്തകത്തിനകത്താണ് ഒരു ആശയം അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഈ പറഞ്ഞ ഭാഷാ വൈവിധ്യമൊക്കെ അവിടുത്തെ ഏറ്റവും നാച്ചുറൽ റിസോഴ്സിന്റെ ഭാഗമായിട്ടാണ് കാണേണ്ടത്. അതൊരു സൊസൈറ്റിയിൽ പത്തോളജിയോ അല്ലെങ്കിൽ ഡിഫോമിറ്റിയോ അല്ല, മറിച്ച് ഒരു ഇൻവാല്യുബിൾ റിസോഴ്സാണ് എന്ന് പറയുന്ന ഒരാശയം അദ്ദേഹമാണ് ആദ്യമായിട്ട് ഒരു ലിംഗ്വിസ്റ്റിക് ക്യാപിറ്റൽ എന്ന രീതിയിൽ അതിനെ ബോർദീവിൻ്റെ പ്രയോഗമാണ് ലിംഗ്വിസ്റ്റിക് ക്യാപിറ്റലാണത് എന്ന്. ഓക്കെ, അപ്പോൾ റോയ്സ് ആണ് ഈ ഒരു ആശയം ആദ്യമായിട്ട് ഈ ലാംഗ്വേജ് പോളിസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ ഭാഷയെ ഒരു വിഭവമായി കണ്ട് അതിനെ ആസൂത്രണം ചെയ്യണം എന്നൊരാശയം കൊണ്ടുവരുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയിലാണ് ഈ സംഗതികളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അമേരിക്കയിൽ തദ്ദേശീയ ഭാഷകളായാലും ഈ പറഞ്ഞ ഭാഷകളൊക്കെയും പരമാവധി എങ്ങനെയാണ് നിലനിർത്തേണ്ടതെന്നും അതിനെങ്ങനെയൊക്കെയാണ് റീഷേപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടത് എന്നും, ഇംഗ്ലീഷിന്റെ പല പല രൂപങ്ങൾ എന്ന് പറയുന്നത് അല്ലെ, അമേരിക്കയിലെ ഇംഗ്ലീഷ് തന്നെ പലരും പലതരത്തിലാണ് ഉപയോഗിക്കുന്നത്. പല പല രൂപങ്ങൾ, മെനി ഇംഗ്ലീഷസ് എന്ന് പറയുന്നത് തന്നെ എന്താ പറയുക, അവിടുത്തെ ഏറ്റവും വലിയ അതൊരു കുഴപ്പമായിട്ടല്ല, അതിന്റെ സ്റ്റാൻഡർഡൈസേഷനിലല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതിന്റെ വൈവിധ്യങ്ങളെ നിലനിർത്തുന്നതിലേക്കാണ് എന്ന് പറയുന്ന ഈ ലാംഗ്വേജ് മെയിൻ്റനൻസിനെ സംബന്ധിച്ച് റീവൈറ്റലൈസേഷൻ ഓഫ് മൈനോറിറ്റി ലാംഗ്വേജ് ഇൻ അമേരിക്ക എന്ന് പറയുന്ന അമേരിക്കയിലെ ഈ ന്യൂനപക്ഷ ഭാഷകളെയൊക്കെ എങ്ങനെയാണ് സംരക്ഷിച്ചു കൊണ്ടുവരേണ്ടത് എന്നതിനെ സംബന്ധിച്ചൊക്കെ ബൈലിംഗ്വൽ ഏരിയയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബഹുഭാഷാ മേഖലകൾക്കകത്ത് ഭാഷാസൂത്രത്തിനകത്ത് എന്തായിരിക്കണം രാഷ്ട്രഭാഷ, മറ്റു ഭാഷകൾക്ക് എന്ത് പദവി കൊടുക്കണം, ഈ ത്രിഭാഷാ പദ്ധതിയായാലും ഏകഭാഷാ പദ്ധതിയായാലും ഔദ്യോഗിക ഭാഷ ഒന്നായിരിക്കണം എന്നൊക്കെ തുടങ്ങിയ സങ്കല്പങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പരമാവധി ഭാഷാ വൈവിധ്യങ്ങളെ നിലനിർത്തുന്ന ഒരു കാഴ്ചപ്പാട് ഈ റൂയിസിന്റെ ഓറിയന്റേഷൻസ് ഇൻ ലാംഗ്വേജ് പ്ലാനിംഗ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക പുസ്തകത്തിനകത്താണ് ഇത് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. ഓക്കെ, ഒരു ലേഖനമാണത്, പുസ്തകമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു പ്രബന്ധമാണ് ഓറിയന്റേഷൻസ് ഇൻ ലാംഗ്വേജ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അപ്പോൾ ആ രീതിയിൽ ഭാഷയെ ഇവിടെ ഉള്ളൊരു പ്രധാനപ്പെട്ട ആശയം അതുകൂടെ നമുക്ക് പറയാം. പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് ഭാഷയെ ഒരു സെൻട്രാലിറ്റി ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്ന സാധനം, ഭാഷയെ ഒരു കേന്ദ്രമായി കാണുക എന്ന് പറയുന്ന ഒരു സങ്കല്പം ഇവിടെ വികസിക്കുന്നുണ്ട്. അതായത് ഭാഷയെ ഒരു കേന്ദ്രമായി, ലോ ബിയാങ്കോ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പേര് ലോ ബിയാങ്കോ എന്നാണ്, ഓസ്ട്രേലിയൻ ലാംഗ്വേജ് പ്ലാനിങ്ങിനകത്ത് പ്രധാനപ്പെട്ട സൈദ്ധാന്തിക കാഴ്ചപ്പാടുകളൊക്കെ ആവിഷ്കരിച്ചത് ലോ ബിയാങ്കോ ആണ്. അദ്ദേഹമാണ് ഈ ലാംഗ്വേജിൻ്റെ സെൻട്രാലിറ്റിയെക്കുറിച്ച്, ഭാഷ എന്ന് പറയുന്ന ഒരു കേന്ദ്രം, ഒരു സാമൂഹികതയുടെ അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെ കേന്ദ്രമായിട്ട് ഭാഷയെ കാണുക. അതുകൊണ്ട് ഭാഷയെ കേന്ദ്രീകരിച്ച് ആ സമൂഹത്തെയും സംസ്കാരത്തെയും അതിൻ്റെ എക്കണോമിയെയൊക്കെ പ്ലാൻ ചെയ്യുക എന്നൊക്കെ തുടങ്ങിയ ആശയങ്ങൾ അവിടെയാണ് ഉണ്ടാവുന്നത് അല്ലേ. ഈ അദ്ദേഹത്തിൻ്റെ ഒരു ആശയമാണ് ഈ സെൻട്രാലിറ്റി എന്ന് പറയുന്ന ഭാഷയെ, അതായത് സാംസ്കാരികമായ ഏകതയ്ക്ക്, സാമൂഹ്യ സ്വത്വബോധത്തിന് അല്ലേ, അപ്പോൾ സാംസ്കാരികമായ ഏകതയ്ക്കായാലും സാമൂഹ്യ സ്വത്വബോധത്തിനായാലും വ്യക്തിതലമായ വിനിമയങ്ങൾ ഉപയോഗിക്കുമ്പോഴായാലും ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു സാമൂഹ്യ ഘടനാ സംവിധാനമാണ് ഭാഷ എന്ന് പറയുന്നത് അല്ലേ. അതൊരു സാമൂഹ്യ ഘടനയാണ്, നമുക്കറിയാം, ഒരു സൊസൈറ്റൽ കൺസ്ട്രക്റ്റ് ആണത് അല്ലേ. ആ കൺസ്ട്രക്റ്റ് ആകട്ടെ ഏറ്റവും എഫക്റ്റീവായ സംഗതിയാണ്. എന്തിനു വേണ്ടിയിട്ട്? ആളുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന, കാരണം നമ്മുടെ പ്രകടനമാണല്ലോ, ആളുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനും തങ്ങളുടെ ഒരു സംസ്കാരത്തെ നിലനിർത്താനും ആ സംസ്കാരത്തിൻ്റെ ഒരു ഉപകരണമായി പ്രവർത്തിക്കാനും ആ സംസ്കാരത്തെ എന്താ പറയുക സംപ്രേഷണം ചെയ്യുന്നതിനും ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനും ഒക്കെ ഭാഷ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ തന്നെ സാമൂഹ്യ സ്വത്വബോധത്തിൻ്റെ ഒരു പ്രകാശനമായിട്ട് ഭാഷ മാറുന്നു എന്നുള്ളതാണ്. വ്യക്തിതലമായ വിനിമയങ്ങൾക്കകത്തും ഒക്കെ ഈ ഭാഷ വളരെ പ്രധാനമായിട്ട് മാറുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ആശയമായിട്ട് ഇദ്ദേഹമാണ് കൊണ്ടുവരുന്നത്. ലോ ബിയാങ്കോയെ കുറിച്ച് ഞാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള വാക്യം,
As a primary means of interpreting realities, language became a basic code to cultural evolution and change, and therefore becomes a code for the unique experience of different cultural groups. ഇപ്പോൾ ഭാഷ എന്ന് പറയുന്നത് യാഥാർത്ഥ്യങ്ങളെ വ്യാഖ്യാനിക്കുന്ന ഒരു ഉപാധിയാണ് അല്ലെ. നമുക്കൊക്കെ അറിയാം ഭാഷ എന്താ ചെയ്യുന്നത്, നമുക്ക് ചുറ്റുമുള്ള യാഥാർത്ഥ്യത്തെ നാം വ്യാഖ്യാനിക്കുന്നതിൻ്റെ ഒരു ചിഹ്ന വ്യവസ്ഥയ്ക്കാണ് നമ്മൾ അല്ലെ, അതൊരു ഒരു റിയാലിറ്റി, ചുറ്റുമുള്ള യാഥാർത്ഥ്യങ്ങളെ നമ്മൾ ഭാഷയാക്കി മാറ്റുന്നത്. അപ്പോൾ യാഥാർത്ഥ്യങ്ങളെ വ്യാഖ്യാനിക്കുന്ന ഒരു പ്രാഥമിക ഉപാധി എന്ന നിലയിൽ ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ സാംസ്കാരിക വികാസത്തിൻ്റെയും നമ്മുടെ കൾച്ചറൽ ആയിട്ടുള്ള നമ്മുടെ എവല്യൂഷൻ്റെയും അല്ലെങ്കിൽ ചേഞ്ചിൻ്റെയും അടിസ്ഥാന കോഡായി വർക്ക് ചെയ്യുന്നു എന്നുള്ള. അപ്പോൾ നമ്മുടെ യാഥാർത്ഥ്യങ്ങളെ വിശദീകരിക്കുന്ന വ്യാഖ്യാനിക്കുന്ന ഒരു ഉപാധി എന്ന നിലയിൽ ഭാഷ നമ്മുടെ സാംസ്കാരിക വികാസത്തിൻ്റെയും പരിണാമത്തിൻ്റെയും ഒരു അടിസ്ഥാന കോഡായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യത്യസ്ത സാംസ്കാരിക ഗണങ്ങളുടെ തനത് അനുഭവങ്ങളുടെയും പാരമ്പര്യത്തിൻ്റെയും ഒരു ചിഹ്ന വ്യവസ്ഥയായിട്ട് ഭാഷ മാറുന്നു എന്നുള്ള അല്ലെ. അപ്പൊ അവരുടെ ഈ വ്യത്യാസം, ഞങ്ങൾ വ്യത്യസ്തരാണെന്ന് പറയുന്ന അവരുടെ തനിമ എന്ന് പറയുന്ന ഒരു സംഗതി അല്ലെ, അതിൻ്റെ ഒരു കോഡാണ് എന്ന് പറയും. അപ്പൊ ആ ഒരു ഭാഷയെ നമ്മൾ ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമൂഹത്തിന്റെ സ്വത്വത്തെ അറിയാം എന്നുള്ളതാണ്. അവരുടെ തനത് അനുഭവങ്ങളുടെ ഒരു കോഡായിട്ട്, ഒരു കോഡ് സിസ്റ്റമായിട്ട് ഭാഷ മാറുന്നു എന്നുള്ള. അതാണ് സത്യത്തിൽ സാമൂഹ്യ സാംസ്കാരിക സ്വത്വത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് അല്ലെ. ഒരു ജനതയുടെ സാമൂഹ്യ സംസ്കാര സ്വത്വത്തിന്റെ ഉറവിടം ഭാഷയാണ്. അതോടൊപ്പം തന്നെ സാമ്പത്തിക, സാമൂഹ്യ, കലാത്മക, ധൈഷണിക പ്രവർത്തനങ്ങളുടെ ഉൽപ്പന്നം കൂടിയാണ് ഭാഷ എന്ന് നമുക്കറിയാവുന്നൊരു കാര്യം. ഈ പറയുന്ന സ്വത്വം ഉണ്ടാവുന്നത് എവിടെയാണ്? ഈ ഭാഷയ്ക്കകത്ത് നിന്നാണ്. ഈ സ്വത്വത്തെ നമ്മൾ വിനിമയം ചെയ്യുന്നത് എന്തുവഴിയാണ്? ഭാഷയിലൂടെയാണ്. ഈ സ്വത്വത്തെ നമ്മൾ നിലനിർത്തുന്നത് എവിടെയാണ്? ഭാഷയ്ക്കകത്ത് തന്നെയാണ് അല്ലേ. അപ്പോൾ എന്നാൽ ഈ ഭാഷ എന്ന് പറയുന്നതോ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ വ്യവസ്ഥകൾ സൃഷ്ടിക്കുന്ന ഒരു സംഗതി കൂടിയാണ്, അല്ലാതെ ഭാഷ സ്വയം നിലനിൽക്കുന്ന ഒരു സാധനമല്ല. അതാണ് അതിന് തമ്മിലൊരു ബന്ധം എന്ന് പറയുന്നത് അല്ലേ. അതായത് ഈ സാമ്പത്തികവും സാമൂഹ്യവും അതോടൊപ്പം തന്നെ നമ്മുടെ ആർട്ടിസ്റ്റിക്കുമായിട്ടുള്ള, കലാത്മകവുമായിട്ടുള്ള, ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു സമൂഹത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളുടെയും ഒരു ഉൽപ്പന്നമാണ് ഭാഷ. സംശയമൊന്നുമില്ല, ആ ഒരു ഉൽപ്പന്നമാണ് ഭാഷ. പക്ഷെ അതോടൊപ്പം തന്നെ അതിൻ്റെ സാമൂഹികതയും അതിൻ്റെ ദൈക്ഷണികതയും ഒക്കെ പാരമ്പര്യത്തെ നിർണ്ണയിക്കുന്ന ഭാഷയാണ് എന്ന് പറയുന്ന ഒരു ഇരട്ട ബന്ധം അവിടെ ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം വിശദീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട എന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ ഉപകരണമായിട്ടും ഭാഷ മാറുന്നു. അതിൻ്റെ പ്രൊഡക്റ്റാണ് ഭാഷ എന്നിരിക്കെ തന്നെ അതിൻ്റെ ഉപകരണവും ഭാഷയാണ് എന്നാണ് ബിയാങ്കോ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റെല്ലാ വിഭവങ്ങളെയും പോലെ, പ്രകൃതി വിഭവങ്ങളെയൊക്കെ പോലെ തന്നെ ശാസ്ത്രീയമായൊരു വ്യവസ്ഥപ്പെടുത്തൽ, കാര്യശേഷിയോടുള്ളൊരു സംരക്ഷണം അല്ലെ, അതോടൊപ്പം തന്നെ വളരെ കൊഹറൻസോട് കൂടിയിട്ടുള്ള ഒരു പ്ലാനിങ്, ഒരു ആസൂത്രണം, ഇതൊക്കെ ആവശ്യപ്പെടുന്ന ഒരു സ്വാഭാവിക സ്വത്തായിട്ട് ഭാഷയെ കാണുന്ന ഒരു ആശയം ആണ് നമ്മുടെ 80കളുടെ അവസാനമാകുമ്പോഴേക്കും, 1980കളുടെ അവസാനമാകുമ്പോഴേക്കും ഭാഷാസൂത്രണത്തെ സംബന്ധിച്ച അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് മാറുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റ് ദേശീയ വിഭവങ്ങളെ പോലെ തന്നെ ഭാഷയ്ക്കും അതിൻ്റെ വികാസത്തിന്, സംരക്ഷണത്തിന്, ശാക്തീകരണത്തിന് വ്യക്തവും അതുപോലെ തന്നെ യുക്തിഭദ്രവും കൃത്യവുമായ ഒരു ഡിസൈനോടുകൂടിയുള്ള ഭാഷാനയങ്ങളിലൂടെ എന്തുണ്ടാവണം? കാര്യക്ഷമവും ശാസ്ത്രീയവും ക്രമബദ്ധവുമായ ഒരു ആസൂത്രണം ആവശ്യമുണ്ട്. ലാംഗ്വേജ് പ്ലാനിങ്ങിന് നമ്മൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സിമ്പിളല്ല ഈ പറഞ്ഞ കാര്യങ്ങൾ. ഈ പറഞ്ഞ എല്ലാ ആശയം അതിനകത്തുണ്ടെന്ന് നമ്മുടെ മറ്റെല്ലാ ദേശീയ വിഭവങ്ങൾ, നേരത്തെ നമ്മൾ ലാംഗ്വേജ് പ്രോബ്ലമായിട്ടാണ് ലാംഗ്വേജ് പ്ലാനിങ് തുടങ്ങിയതെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അതിൽ നിന്ന് മാറിക്കൊണ്ട് നമ്മുടെ എല്ലാ നാച്ചുറൽ റിസോഴ്സുകളെയൊക്കെ പോലെ തന്നെ ഭാഷയ്ക്കും എന്താ പറയുക, അതിൻ്റെ വികാസത്തിനും അതിൻ്റെ സംരക്ഷണത്തിനും അതിൻ്റെ അതിൻ്റെ ശാക്തീകരണത്തിനും എന്താണ് വളരെ വ്യക്തമായിട്ടുള്ള, യുക്തിഭദ്രമായിട്ടുള്ള, കൃത്യമായിട്ടുള്ള ഡിസൈനോട് കൂടിയ ഭാഷാ നയങ്ങളുണ്ടാവണം. ആ ഭാഷാ നയങ്ങളിലൂടെ അതിൻ്റെ നടപ്പാക്കൽ എന്ന് നമ്മൾ പറയുന്ന അതുമായി ബന്ധപ്പെട്ട പദ്ധതി, നടപ്പാക്കൽ പദ്ധതി എന്ന് നമ്മൾ പറയുന്ന അതിൻ്റെ ആസൂത്രണത്തിലൂടെ കാര്യക്ഷമവും ശാസ്ത്രീയവും ക്രമബദ്ധവുമായ ഒരു ആസൂത്രണം വേണം എന്നുള്ളതാണ് ഭാഷാസൂത്രണത്തെ സംബന്ധിച്ച ഒരു പുതിയ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതൊരു ഒരു ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ തുടക്കത്തിൽ ഈ പറഞ്ഞ പോലെ ഭരണകൂടബദ്ധമായ പ്രവർത്തനമാണ് ആസൂത്രണം എന്ന്, ഭാഷാസൂത്രണം എന്ന് നമ്മൾ പറഞ്ഞത്. ഈ ലാംഗ്വേജ് റിസോഴ്സ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിൻ്റെ ലാംഗ്വേജ് റിസോഴ്സിനെ നിലനിർത്തുക എന്ന് പറയുന്നതും അതിനെ വികസിപ്പിച്ചെടുക്കുകയും ഭരണകൂടത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചുമതലയായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഒന്ന് രണ്ട് ആശയങ്ങൾ കൂടെ പറഞ്ഞ് നമുക്ക് ഈ ഒരു ടോപ്പിക് അവസാനിപ്പിക്കാൻ. കുറച്ച് ലെങ്തി ആയിരുന്നു, മുഴുവൻ ആശയങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. സ്വത്വം, സംസ്കാരം, ഇങ്ങനെയൊക്കെയുള്ള ചില സംഗതികൾ ഭാഷയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്നുള്ളതിൻ്റെ ചില സൂചനകൾ കൂടെ നമുക്ക് നൽകാം.
ഇപ്പോൾ ഇന്ത്യയുടെ ഒരു ഉദാഹരണം തന്നെ വളരെ പ്രധാനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യയുടെ ദേശീയ ഭാഷ ഹിന്ദി ആവണോ സംസ്കൃതമാവണോ എന്നുള്ള പറയുന്ന തർക്കം നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് അതിന് ശേഷവും വലിയ സജീവമായൊരു സംഗതിയായിരുന്നു. അങ്ങനെയാണ് രാഷ്ട്രഭാഷ, അങ്ങനെ രാഷ്ട്രഭാഷയൊന്നുമില്ല നമുക്കറിയാം. അത്ര ചില സങ്കല്പങ്ങൾ ഉണ്ടാവുന്നു, ഹിന്ദി അവിടെ കയറി വരുന്നു, നമുക്കറിയാം ത്രിഭാഷാ പദ്ധതി എന്ന് പറയുന്നത് ഇവിടെ നടപ്പിലാക്കപ്പെടുന്നു. അതല്ലാതെ കുറേ ഔദ്യോഗിക ഭാഷകൾ ഉണ്ടാവുന്നു. എങ്ങനെയാണ് ഇന്ത്യയുടെ ഒരു ലാംഗ്വേജ് പ്ലാനിങ് അങ്ങനെ ഉണ്ടെങ്കിൽ അത് നടക്കുന്നത് അങ്ങനെയാണെന്ന് നമുക്കറിയാം. ഇത് ഇന്ത്യയുടെ ഒരു കഥയാണ്. മറ്റു പല പ്രദേശങ്ങളിലും മറ്റു പല തരത്തിലുമാണ് ഉണ്ടായത്. ഓക്കെ, ഇപ്പോൾ ടാൻസാനിയയിൽ ഈ പറഞ്ഞ സ്വഹിലി എന്ന് പറയുന്ന അവരുടെ ഭാഷയും അധിനിവേശ ഭാഷയും ഒരുപോലെ നിലനിർത്തുന്ന ഒരു ഇപ്പോൾ ഫ്രഞ്ച്, ഇംഗ്ലീഷും ഫ്രഞ്ചും സ്പാനിഷുമാണല്ലോ ലോകത്തെല്ലായിടത്തും ഈ മുഖ്യ ഭാഷ, കോർ ലാംഗ്വേജസ് എന്നുള്ള രീതിയിൽ എല്ലായിടത്തും പടർന്നു പിടിച്ച ഈ കൊലയാളി ഭാഷകളെന്നോ അല്ലെങ്കിൽ അധിനിവേശ ഭാഷകളെന്നൊക്കെ നമ്മൾ പറയുന്ന ഭാഷകൾ അല്ലേ. അപ്പോൾ അത് രണ്ടും ഒരുപോലെ നിലനിർത്തുന്ന ഒരു സംഗതിയാണ് സെങ്കോറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ അതിനെക്കുറിച്ച് നമുക്ക് അവസാനം പറയാം ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. എന്നാൽ സെനഗലിൽ അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. സെനഗലാണ് ഈ പറഞ്ഞതുപോലെ ഫ്രഞ്ച് ഭാഷയെ തന്നെ അവരുടെ ഔദ്യോഗിക ഭാഷയായിട്ട് നിലനിർത്തുന്ന ഒരു രീതി സെനഗലിലാണ് ഉണ്ടാവുന്നത്. സെനഗലിലാണ്. ഓക്കെ, ടാൻസാനിയയിൽ സ്വഹിലിയാണ് അവരുടെ ഒരു ഭാഷയായിട്ട് അവർ നിലനിർത്തിയത്. അപ്പോൾ ഓരോ ഘട്ടത്തിലും ഓരോ പ്രദേശങ്ങളിലും ഓരോ തരം ഭാഷാസൂത്രണമാണ് ഉണ്ടായിരുന്നത്. ചിലയിടത്ത് ഈ പറഞ്ഞ കോളനി ഭാഷയെ തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ഭാഷയായി പരിഗണിക്കുന്ന രീതി ഉണ്ടായിരുന്നു. ആ ഭാഷയെ അതിൻ്റെ സകല അധികാരങ്ങളോടുകൂടി നിലനിർത്തുന്ന ഭാഷയുണ്ടായിരുന്നു. ആ ഭാഷയിൽ നിന്ന് എന്താ പറയുക, പൂർണ്ണമായും വിമോചനം നേടുമ്പോൾ മാത്രമേ അപകോളനീകരണം നടക്കൂ എന്ന് വിചാരിക്കുന്ന തരം സങ്കല്പങ്ങളുള്ള പ്രദേശങ്ങളുണ്ടായിരുന്നു. ആ ഭാഷയെ ഈ പറഞ്ഞ പോലെ ഒരു വിദേശ ഭാഷയായി കാണുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അങ്ങനെ പല തരത്തിലാണ് ആ ഭാഷയെ ഇന്ത്യയിലൊക്കെ പോലെ തന്നെ ആ ഭാഷയെ പല തട്ടിൽ നിർത്തുക. ഭരണഭാഷയായിട്ട് നിലനിർത്തുക, കോടതി ഭാഷയായിട്ട് നിലനിർത്തുക, ഔദ്യോഗിക ഭാഷകളിൽ ഒന്നായിട്ട് നിലനിർത്തുക, അതോടൊപ്പം മറ്റു ഭാഷകൾക്ക് സ്പേസ് കൊടുക്കുക. അങ്ങനെയുള്ള തരം ഭാഷാസൂത്രണ രീതികളുണ്ടായിരുന്നു. ഇങ്ങനെ പല തരത്തിലാണ് ഈ എന്താ പറയുക ഓരോ രാഷ്ട്രങ്ങളും തങ്ങളുടെ സ്വത്വത്തെ നിർവചിക്കുമ്പോൾ ഭാഷയെ പ്ലേസ് ചെയ്തത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഈ ബഹുഭാഷാ പ്രദേശങ്ങൾക്കകത്ത് ഏത് ഭാഷയായിരിക്കണം ആ പ്രദേശത്തിൻ്റെ സ്വത്വവുമായിട്ട് ബന്ധപ്പെടേണ്ടത് അല്ലെങ്കിൽ ആ സ്വത്വത്തിൻ്റെ ഭാഷയായിട്ട് മാറേണ്ടത് എന്നതിനെ സംബന്ധിച്ച തർക്കങ്ങളും ഉണ്ടായിരുന്നു എന്ന് മാത്രം. നാഷണൽ സിംബലായിട്ട് ദേശീയതയുടെ രൂപകമായിട്ട് ഒരു ഭാഷയെ ഉയർത്തി കാണിക്കുന്ന രാഷ്ട്രങ്ങളുണ്ടായിരുന്നു. അങ്ങനെ കാണിക്കാത്ത അമേരിക്കയെ പോലുള്ള രാഷ്ട്രങ്ങളൊന്നും നമുക്കൊക്കെ അറിയാവുന്നതുപോലെ അങ്ങനെ ഒരു പൊതുഭാഷ ഈ പറഞ്ഞ എന്താ പറയുക ഇംഗ്ലീഷ് ഓൺലി മൂവ്മെൻറ്റ് എന്നൊക്കെ പറയുന്ന മൂവ്മെൻറ്റുകളൊക്കെ 1990കളിലൂടെയാണ് അത് വളരെ ശക്തമായിട്ട് വരുന്നത്. ഈ പറയുന്ന അതിൻ്റെ ആദ്യ ഘട്ടത്തിലൊക്കെയും ഇംഗ്ലീഷിനെതിരായിട്ടുള്ളൊരു മനോഭാവമാണ് ഈ പറയുന്ന അതിൻ്റെ മൾട്ടി ലിംഗ്വൽ ആയ സ്വഭാവം അമേരിക്കൻ ജനാധിപത്യത്തിൻ്റെ ആധുനിക ജനാധിപത്യത്തിൻ്റെ മുഖമുദ്ര എന്ന രീതിയിൽ കണ്ടിരുന്ന ഒരു രീതിയാണ് അമേരിക്കൻ ഐക്യനാടുകളിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇംഗ്ലീഷിന് വേണ്ടിയുള്ള ഒരു വലിയ മൂവ്മെൻറ്റ് അവിടെ ഉണ്ടാവുകയും ഇപ്പോൾ ക്രമേണ ഇംഗ്ലീഷ് മാത്ര ഒരു രാഷ്ട്രത്തിലേക്ക് അതിൻ്റെ ഒരു വലിയ പരിണാമ ഘട്ടം അത് 90കൾക്ക് ശേഷം അത് കടന്നു പോവുകയും ചെയ്യുന്ന ഒരു ചിത്രമാണ് അമേരിക്കയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഓരോ രാഷ്ട്രങ്ങൾക്കും ഓരോ ചരിത്രമാണുള്ളത് എന്ന് പറയാം. ഓക്കെ, സംസ്കാരം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ്. അതായത് ഭാഷ മനുഷ്യരുടെ സംസ്കാരത്തെയും സ്വത്വത്തെയും ഒരുപോലെ ഉള്ളടക്കുകയാണ് ചെയ്യുന്നത്. അതിനെ ഉള്ളടക്കുന്ന ഒരു സംഗതിയാണ്. അഥവാ ഭാഷയിലൂടെയാണ് ഒരു സമൂഹം അതിൻ്റെ സംസ്കാരവും ആചാരശീലങ്ങളും നിലനിർത്തുകയും അത് പ്രകാശിപ്പിക്കുകയും പകരുകയൊക്കെ ചെയ്യുന്നു. ഇറ്റ് ഈസ് ത്രൂ ദ ലാംഗ്വേജ് ദാറ്റ് ട്രഡീഷൻസ് ആൻഡ് കസ്റ്റംസ് ആർ മെയിൻറ്റെയിൻഡ് ആൻഡ് കൾച്ചർ റെപ്ലിക്കേറ്റഡ് ആൻഡ് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ ജനറേഷൻ ടു ദ നെക്സ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു സമൂഹം അങ്ങനെയാണ് സംസ്കാരത്തെ വിനിമയം ചെയ്യുന്നത് ഭാഷയിലൂടെയാണ്. അതുകൊണ്ടാണ് ഭാഷയും സംസ്കാരത്തെയും ഇഴപിരിച്ച് കാണിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം പറയുന്ന വാത്തിയാങ്കോ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഈ ആഫ്രിക്കയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് കൊളോണിയൽ റൈറ്ററാണ് അദ്ദേഹം ഈ അപകോളനീകരണത്തെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങളൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ അത് വിശദീകരിക്കാം, നമ്മുടെ സമയം കുറച്ച് നീണ്ടുപോയതുകൊണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഈ കൾച്ചറൽ ഫ്രീഡവുമായി ബന്ധപ്പെട്ട് സാംസ്കാരിക സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് മൂവിങ് ദ സെൻറ്റർ എന്നൊക്കെ പറയുന്ന കൃതി എഴുതിയതാണ് അപകോളനീകരണത്തെക്കുറിച്ച്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു ആശയം എന്ന് പറയുന്നത് ഈ ജനങ്ങളുടെ ഒരു എന്താ പറയുക കളക്റ്റീവ് മെമ്മറിയുടെ ഒരു വലിയ ബാങ്കാണ്, ജനങ്ങളുടെ സംഘസ്മരണകളുടെ ഒരു വലിയ സംഭരണശാലയാണ് ഭാഷ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ രീതിയിൽ ഭാഷയൊക്കെ ഈ പറയുന്ന
ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും ഉണ്ടായിരുന്ന നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. ഈ പറയുന്ന ഒരു മാർക്സിയൻ കാഴ്ചപ്പാടിൽ ആദ്യഘട്ടത്തിൽ വികസിച്ചു വന്ന ഒരു ആഗോള അല്ലെങ്കിൽ എന്താ പറയുക, ഈ പറഞ്ഞ യൂണിവേഴ്സൽ മാൻ കൈൻഡ് എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ യൂണിവേഴ്സൽ സൊസൈറ്റി എന്നൊക്കെ പറയുന്ന ചില സങ്കല്പങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് യൂണിവേഴ്സൽ ലാംഗ്വേജ് എന്നുള്ള രീതിയിൽ ഇംഗ്ലീഷിലേക്കുള്ളൊരു ഒരുതരം അഭിനിവേശമോ താല്പര്യമോ അല്ലെ അതിനെതിരായിട്ട് ആഫ്രിക്കയിൽ നടന്നിട്ടുള്ള ചില സമരങ്ങളിലേക്ക് ഒരു ചരിത്രമുണ്ട്. ആഫ്രിക്കയുടെ ഒരു ചരിത്രം നമുക്ക് സാമാന്യമായിട്ടൊന്ന് സൂചിപ്പിക്കാം. അപ്പോൾ അവിടെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് കൊളോണിയൽ റൈറ്ററാണ് അദ്ദേഹം. അദ്ദേഹമായ രീതിയാണ് ഭാഷയെ അങ്ങനെ ആദർശവൽക്കരിച്ച് പറഞ്ഞ ഒരാളാണ്. ഓക്കെ, എന്തായാലും പറഞ്ഞു വന്നതാണ് ഭാഷാ ദേശീയത എന്ന് പറയുന്ന ഒരു സങ്കല്പം ഈ പറയുന്ന കോളനികളുടെ സ്വാതന്ത്ര്യം തൊട്ട് ഇതുവരെ വളരെ പ്രബലമായിട്ട് കടന്നു വരുന്നുണ്ട്. ആ ദേശീയത തന്നെ പല ഉപദേശീയതകളെയും എങ്ങനെയാണ് അല്ലെങ്കിൽ ഉപസംസ്കാരങ്ങളെയും എങ്ങനെയാണ് അടിച്ചൊതുക്കുന്നത്, അതേ പ്രശ്നം ഭാഷാ ദേശീയത എന്ന് പറയുന്നൊരാശയം ഉന്നയിക്കുമ്പോഴും ഉണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ വേറെ തരത്തിൽ മലയാളത്തിൻ്റെ പോലും ഭാഷാ ചരിത്രം പറയുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഭാഷാ സൂത്രണം പറയുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ്. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഈ ലാംഗ്വേജ് പ്ലാനിങ്ങിൻ്റെ ഒരു മണ്ഡലം എന്താണെന്ന് ഞാൻ സാമാന്യമായി സൂചിപ്പിക്കാൻ അതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളെ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞുള്ളൂ. എന്താണ് ഈ ലാംഗ്വേജ് പ്ലാനറുടെ ഇവിടുത്തെ ജോലി? ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് ഭാഷയോടുള്ള എന്ത് നിലപാടെടുക്കണം എന്നിടത്ത് ലാംഗ്വേജ് പ്ലാനർ ചെയ്യുന്നൊരു ജോലി എന്താണ്, ഭാഷാസൂത്രകൻ ചെയ്യുന്ന ഒരു ജോലി എന്താണ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കണം നമ്മുടെ ദേശീയ ഭാഷ അല്ലെങ്കിൽ പൈതൃക ഭാഷ, അത് ഏതായിരിക്കണം, ഏതൊക്കെ ആയിരിക്കണം, ഭാഷകൾ ഏതൊക്കെ ആയിരിക്കണം അല്ലേ? അതോടൊപ്പം തന്നെ വിദേശ അല്ലെങ്കിൽ അധിനിവേശ ഭാഷയായിരിക്കാം, വിദേശ ഭാഷയായിരിക്കും, ഈ സാംസ്കാരിക അധിനിവേശമായിരിക്കാം, പൊളിറ്റിക്കലായിട്ടുള്ള അധിനിവേശമായിരിക്കാം. ഇതിന് അധിനിവേശകാല ഭാഷകളോടുള്ള ബന്ധം എന്തായിരിക്കണം, ഔദ്യോഗിക ഭാഷകൾ ഏതൊക്കെ ആയിരിക്കണം, ഒരു സമൂഹത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ ഔദ്യോഗിക ഭാഷകൾ ഏതൊക്കെ ആയിരിക്കണം, അതല്ലാതെ അവിടെ നിലനിർത്തേണ്ട ഭാഷകൾ ഏതൊക്കെയാണ്, നിലനിർത്തേണ്ട പുഷ്ടിപ്പെടുത്തേണ്ട ഭാഷകൾ ഏതൊക്കെയാണ് അല്ലെ? ചില ഭാഷകളെയൊക്കെ തള്ളിക്കളയുക എന്നതും ഭാഷാസൂത്രണത്തിൻ്റെ ഭാഗമായി നടക്കുന്നൊരു കാര്യമായിരുന്നു അല്ലെ? ചില ഭാഷകൾ ഒഴിവാക്കേണ്ടതാണ് എന്ന് പറഞ്ഞു. ലിംഗ്വ ഫ്രാങ്ക എന്ന് പറയുന്ന അല്ലെങ്കിൽ വിനിമയ ഭാഷ എന്ന് പറയുന്നത് എന്തായിരിക്കണം, അവരുടെ പൊതുവിനിമയ ഭാഷ, പുറത്തേക്കുള്ള വിനിമയ ഭാഷ എന്തായിരിക്കണം? അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, ഇങ്ങനെ കുറേ ചോദ്യങ്ങളുണ്ട്. ഒരു ഭാഷാ നയരൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള ചില അടിസ്ഥാന ചോദ്യങ്ങളുണ്ട്. ഒരു രാഷ്ട്രം മുന്നോട്ട് വയ്ക്കുന്ന ഭാഷാ നയത്തിന് പിറകിൽ പ്രവർത്തിക്കുന്നത് ഇത്തരം ചില ചോദ്യങ്ങളാണ് അല്ലേ? അവിടെ എന്തെങ്കിലും പൊതുവായ ദേശീയ സ്വത്വത്തിൻ്റെ ഭാഗമായിട്ടൊരു ഭാഷയുണ്ടോ, അത് ഏതൊക്കെ അതോ ഭാഷകളുണ്ടോ, ഏതാണ് ആ ഭാഷ എന്ന് പറയുന്നത്? അത്രയും കാലം അവിടെ അധിനിവേശം നടത്തിയ ഒരു ഭാഷയോടുള്ള ഇനിയുള്ള നമ്മുടെ നിലപാട് എന്തായിരിക്കണം, മറ്റ് വിദേശ ഭാഷകളോടുള്ള നമ്മുടെ നിലപാട് എന്തായിരിക്കണം, ഏതൊക്കെയായിരിക്കണം ഔദ്യോഗിക ഭാഷകൾ, ഏതൊക്കെയാണ് പുഷ്ടഭാഷകളായിട്ട് അല്ലെങ്കിൽ പുഷ്ടിപ്പെടുത്തേണ്ട ഭാഷകളായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഭാഷകൾ ഏതൊക്കെയായിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെയും അല്ലെങ്കിൽ പൊതുമാധ്യമത്തിൻ്റെയും ഭാഷ, ലിംഗ്വ ഫ്രാങ്ക എന്തായിരിക്കണം അല്ലെ? അത് ലോകത്തോട് ബന്ധപ്പെടേണ്ടത് ഏത് ഭാഷയിലാണ് അല്ലെ? അത് ഈ ജ്ഞാനമണ്ഡലത്തിലായാലും സാമ്പത്തിക രാഷ്ട്രീയ വ്യവഹാര മണ്ഡലങ്ങളിലായും ഏത് വിനിമയ ഭാഷ എന്തായിരിക്കണം എന്ന് പറയുന്ന ലിംഗ്വ ഫ്രാങ്ക എന്തായിരിക്കണം എന്നൊക്കെ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരങ്ങൾ കണ്ടെത്തുന്നിടത്ത് അതിന് ആശയപരമായ എന്താ പറയുക അല്ലെങ്കിൽ അടിത്തറ നൽകുക, ഭാഷാപരമായ അടിത്തറ നൽകുക എന്നതാണ് ഭാഷാസൂത്രകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറയുന്നത്, ഒന്നാമത്തെ ജോലി എന്ന് പറയുന്നത്. ആ നയരൂപീകരണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ആസൂത്രണത്തിലും ഒരു രാഷ്ട്രം മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യത്തിനനുസരിച്ച്, അതാണ് ഏറ്റവും പ്രധാനം, ഒരു രാഷ്ട്രം മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യത്തിന് അനുകൂലമായി വ്യക്തികളിലും സമൂഹങ്ങളിലും ഈ രാഷ്ട്രം ആഗ്രഹിക്കുന്ന ആ ഭാഷാപരമായ ആവശ്യങ്ങളെ ട്യൂൺ ചെയ്തെടുക്കുക, പരിവർത്തിപ്പിക്കുക എന്നുള്ളതാണ്. ചില ഒരു വ്യക്തിയുടെയോ സമൂഹത്തിൻ്റെയോ ഭാഷാ മനോഭാവത്തിലും ഭാഷാ വ്യവഹാരത്തിലും ആ രാഷ്ട്രത്തിന് വേണ്ടി വളരെ കരുതലോടെ ഇടപെടുന്ന ഒരാൾ കൂടിയാണ് ആര്, അത്തരം പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുന്ന ഒരാൾ കൂടിയാണ് ഭാഷാസൂത്രകൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് ഭാഷ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്, എപ്പോഴും അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യകാലത്തെ ഈ ഭാഷയുടെ മാറ്റത്തെ നമ്മൾ സംശയിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അത് സ്വാഗതാർഹമാണ് എന്ന് നമുക്കറിയാം. ഭാഷ മാറുമ്പോൾ മാത്രമാണ് ഭാഷയ്ക്ക് ജീവൻ ഉണ്ടാകുന്നത് അല്ലേ? ചേഞ്ചസ് കീപ് ദ ലാംഗ്വേജ് അലൈവ് എന്ന് നമുക്കറിയാം. ഭാഷ നിലനിൽക്കുന്നത് അങ്ങനെയാണ്. ഭാഷയെ ജൈവിക ഘടനയായി നിലനിർത്തുന്നതിന് മാറ്റമുണ്ടാകുമ്പോഴാണ്. അപ്പോൾ ഭാഷയ്ക്ക് സംഭവിക്കുന്നത് വളരെ സ്വാഭാവികമായ മാറ്റമാണ്. ആ ഭാഷാ മാറ്റമല്ല നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ആ മാറുന്ന ഭാഷയെ
ഒരു പ്രത്യേക ചാലിലേക്ക് തിരിച്ചുവിടുക എന്ന് പറയുന്നു അല്ലെ. മാറുന്ന ലോകക്രമത്തിനനുസരിച്ച് സാമൂഹിക മേഖലയിലും സാങ്കേതിക മേഖലയിലൊക്കെ ഉണ്ടാകുന്ന പുതിയ പുതിയ വികാസങ്ങൾക്കനുസരിച്ച് എന്താ പറയുക, ഭാഷയെ അപ്ഡേറ്റ് ചെയ്യുക, വികസിപ്പിക്കുക, അതിൻ്റെ പ്രയോഗമണ്ഡലത്തെ, അതിൻ്റെ ഡൊമൈനെ വിപുലപ്പെടുത്തുക എന്നതൊക്കെ പറയുന്നത് എന്താ പറയുക, ഒരു ഭാഷാസൂത്രകൻ്റെ പിറകിലുണ്ടാവേണ്ട പ്രധാനപ്പെട്ട ആശയങ്ങളാണ് എന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ ഭാഷാസൂത്രണം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ആശയം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഈ ഭാഷാസൂത്രണം ഓരോ ഭാഷയ്ക്കും ഓരോ രീതിയാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതിനെക്കുറിച്ചുള്ള ഒരു സൂചന കൂടെ, നമ്മൾ ഭാഷകളെ ഈ ഭാഷാസൂത്രണത്തിൻ്റെ കാഴ്ചപ്പാടുകളിൽ അല്ലെങ്കിൽ ഭാഷാ പദവിയുമായി ബന്ധപ്പെട്ട്, അത് നമ്മൾ പിന്നീട് ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ് ഭാഷാ പദവി എന്താണ്. പ്രധാനമായിട്ട് നമ്മൾ 3ആയിട്ടാണ് തരംതിരിക്കുക ഭാഷകളെ. പദവിക്കനുസരിച്ച് നമ്മൾ കോർ ലാംഗ്വേജസ് എന്ന് നമ്മൾ പറയുന്ന കോർ ലാംഗ്വേജുകളുണ്ട്, എൻഡേഞ്ചേർഡ് ലാംഗ്വേജുകളുണ്ട്, പെരിഫറൽ ലാംഗ്വേജുകളുണ്ട്. ആഗോള ഭാഷകളെന്നോ മുഖ്യ ഭാഷകളെന്നോ പറയാവുന്നതാണ് കോർ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അത് ഒരു നിശ്ചിത രാഷ്ട്രത്തിനകത്ത്, ഒരു നിശ്ചിത ജനതയ്ക്കകത്ത് മാത്രം നിലനിൽക്കുന്ന ഒന്നല്ല, മറിച്ച് എല്ലാ ഭാഷാ സമൂഹങ്ങളെയും ജനതകളെയും കടന്നാക്രമിക്കുകയും വളരെ അഗ്രസീവായിട്ടുള്ള ഒരു പലപ്പോഴും ആ ഭാഷയെയും സമൂഹങ്ങളെയും ഒക്കെ കീഴ്പ്പെടുത്തുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്ന കൊലയാളി ഭാഷകളായിട്ട് തന്നെ പ്രവർത്തിച്ചിട്ടുള്ള ചില ആഗോള ഭാഷകളുണ്ട്. പലപ്പോഴും ആ ഭാഷയുടെ ഇംഗ്ലീഷിനെ കുറിച്ചുള്ളൊരു ചർച്ച നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ നടത്താവുന്നതാണ്. അമേരിക്കയിലെ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇംഗ്ലീഷിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയുന്ന ഒരു കാര്യം അല്ലേ. ആ ഇംഗ്ലീഷിന് മീതെ ഇംഗ്ലണ്ടിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കൊച്ചു നാട്ടുരാജ്യത്തിനോ ഇന്നത്തെ ഒരു കൊച്ചു രാജ്യത്തിനോ യാതൊരു അധികാരവും ഇല്ല എന്ന് പറയാം. ഇംഗ്ലീഷ് സ്വയം ഒരു അധികാര രൂപമായിരിക്കെ തന്നെ, അധികാരം ഉള്ളൊരു ഭാഷയായിരിക്കെ തന്നെ ഇംഗ്ലീഷിന് മീതെ ഇംഗ്ലീഷുകാർക്ക് കാര്യമായ അധികാരമൊന്നുമില്ല എന്നുള്ളൊരു പ്രശ്നം അവിടെയുണ്ട്. ഓക്കെ, എന്തായാലും അങ്ങനെയുള്ള ഭാഷകളെ നമ്മൾ കോർ ലാംഗ്വേജ് എന്ന്, ക്ലൈറ്റൻ്റെ ഒരു പ്രയോഗമാണ് കോർ ലാംഗ്വേജസ് എന്ന് വിളിക്കുന്നത്, മുഖ്യ ഭാഷകൾ അല്ലെങ്കിൽ ആഗോള ഭാഷകൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതല്ലാതെ ഒരു നിശ്ചിത പ്രദേശത്ത് മാത്രം നിലനിൽക്കുന്ന ഭാഷകളെയാണ് ഈ പരിമിത ഭാഷകൾ, പ്രാദേശിക ഭാഷകൾ നമുക്കിനെ പറയാം. അതൊരു ഇപ്പോൾ മലയാളം ഒരു പ്രാദേശിക ഭാഷയാണ്, അതൊരു പ്രത്യേക പ്രദേശത്താണ് പ്രധാനമായിട്ടും നിലനിൽക്കുന്നത് എന്ന് പറയാം. അപ്പോൾ അത് കൃത്യമായ ബൗണ്ടറികൾ അവിടെയുണ്ട്. അപ്പോൾ ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. മുഖ്യ ഭാഷകളുണ്ട്, ആഗോള ഭാഷകളുണ്ട്, ഈ പറഞ്ഞതുപോലെ പ്രാദേശിക ഭാഷകളുമുണ്ട്. ഇതല്ലാതെ ഈ പ്രാദേശിക ഭാഷകളുടെയോ ആഗോള ഭാഷകളുടെയോ സമ്മർദ്ദങ്ങൾക്കും അധിനിവേശങ്ങൾക്കും കീഴ്പ്പെട്ടുകൊണ്ട്, സാംസ്കാരികമായ അധിനിവേശങ്ങൾക്കോ മറ്റൊക്കെ ആയിരിക്കാം കീഴ്പ്പെട്ടുകൊണ്ട് മരണാസന്നമായി കിടക്കുന്ന ഒരു മരണാസന്ന ഭാഷകളുമുണ്ട്, ഒരു എൻഡേഞ്ചേർഡ് ലാംഗ്വേജും ഉണ്ട് അല്ലേ. അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ എന്താ പറയുക, നാശോന്മുഖമായി കൊണ്ടിരിക്കുന്ന എന്ന് മാത്രമല്ല, നശിക്കാൻ പോകുന്ന, ഏതാണ്ട് നാശത്തിലേക്ക് തന്നെ എത്തിയ ഭാഷകൾ എന്ന് നമ്മൾ പറയാവുന്നതിനാണ്. നമ്മൾ മൃതഭാഷകളിലേക്ക് എത്തുന്ന തരം ഭാഷകളെയാണ്. ഡേവിഡ് ക്രിസ്റ്റലിൻ്റെ വളരെ പ്രസിദ്ധമായ പുസ്തകമുണ്ട്, യുനെസ്കോ ഇതുമായി ബന്ധപ്പെട്ട്, യുനെസ്കോയുടെ ഒരുപാട് റിപ്പോർട്ടുകളും ഈ ലാംഗ്വേജ് ഡെത്തുമായി ബന്ധപ്പെട്ട് ഉണ്ട്. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യാം. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കണക്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ 250ഓളം അബോറിജിനൽ ലാംഗ്വേജ് ഉണ്ടായിരുന്ന ഓസ്ട്രേലിയയിൽ 150 ഭാഷകളാണ് നിലനിൽക്കുന്നതെന്നാണ്. 80 ആകുമ്പോഴേക്കും ഈ 150 ഭാഷകളായിട്ട് ഇതിനെ ചുരുങ്ങുന്നു എന്നും, അതിലെ തന്നെ 114 ഭാഷകൾ 10 പേരിൽ താഴെ ആളുകൾ മാത്രം സംസാരിക്കുന്നതാണ്. 10 പേരിൽ താഴെ മാത്രം ആളുകൾ സംസാരിക്കുന്നതാണ് ഈ 150-ൽ തന്നെ 114 തദ്ദേശീയ ഭാഷകൾ എന്നാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഓസ്ട്രേലിയയിൽ ഈ പറയുന്ന തദ്ദേശീയ ഭാഷകളൊക്കെ ഏതാണ്ടും ഒരു മോണോലിംഗ്വൽ സൊസൈറ്റിയിലേക്ക് പോകുന്ന ഒരു പോക്കാണ് ഓസ്ട്രേലിയയുടെ ഭാഷാസൂത്രത്തിൽ സംഭവിച്ചത്. ഇംഗ്ലീഷ് മാത്രം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു തരം ഭാഷാ സമീപനമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഓക്കെ, അത് ഓസ്ട്രേലിയൻ ഇംഗ്ലീഷിൻ്റെ വെറൈറ്റികളെ പോലും അത് പരിഗണിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ 90-കളാകുമ്പോഴേക്കും അവിടെയുള്ള തദ്ദേശീയ ഭാഷകളൊക്കെ ഏതാണ്ട് ഇല്ലാതായി തീർന്നു. എൻഡേഞ്ചേർഡ് ലാംഗ്വേജ് അവിടെയാണ്. ആഫ്രിക്കയിലും സമാനമായ ഒരു എന്താ പറയുക അനുഭവമാണ് ഉള്ളത്. അതായത് ലോകത്ത് ഇന്ന് 6700ഓളം ഭാഷകൾ റെക്കോർഡ് ചെയ്യപ്പെട്ടും നമ്മുടെ കണക്കാണത്, പലതരത്തിലാണ് അതിൻ്റെ എണ്ണം വരുന്നത്. 6700ഓളം ഭാഷകൾ ഇന്ന് ലോകത്തുണ്ടെങ്കിൽ അതിൽ 30% ഭാഷകൾ നിലനിൽക്കുന്ന ആഫ്രിക്കയിലാണ്. 30% ഭാഷകൾ, ലോക ഭാഷകളിലെ ഏറ്റവും കൂടുതൽ ഭാഷകൾ ഉണ്ടായിരുന്ന അമേരിക്കൻ ഗോത്ര ഭാഷയിലായിരുന്നു. അത് ഏതാണ്ടൊക്കെ ഇല്ലാതായി എന്നൊക്കെ നമ്മൾ ഭാഷാശാസ്ത്രത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ഇത്രയും 6000-ലധികം 7000-ഓളം വരുന്ന ഭാഷകളിൽ 30% ആഫ്രിക്കയിലാണ് എന്നുള്ളതാണ്. പക്ഷേ ഒരു 30-40 വർഷത്തിനുള്ളിൽ ഈ പറയുന്ന 30% ഭാഷകളും ഇല്ലാതായി തീരും എന്നാണ് അതിൻ്റെ ഒരു കണക്ക് പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഭാഷകളിൽ ഈ പറയുന്ന നഷ്ടപ്പെട്ടു പോകുന്ന ഭാഷകളെ തിരിച്ചു പിടിക്കാനുള്ളൊരു ശ്രമം,
ശ്രമം എന്ന്, അവയെ ഏതെങ്കിലും തരത്തിൽ പ്രിസർവ് ചെയ്യാനുള്ള ഒരു ശ്രമം എന്ന് പറയുന്നത്. ഈ ലാംഗ്വേജ് മെയിൻ്റനൻസ്, ഭാഷാ പരിപാലനം എന്ന് പറയുന്ന ഒരു സംഗതി, ഒരു ഭാഷയെ തിരിച്ചു പിടിക്കലുണ്ട്, ആ ഭാഷയെ പുതിയ കാലത്തിൻ്റെ വികാസത്തിനനുസരിച്ച് അതിനെ വികസിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആശയമുണ്ട്. വ്യത്യസ്തമായ ഭാഷകൾക്കിടയിൽ അവയെ ഏത് സന്ദർഭത്തിൽ ഏത് ഭാഷ ഉപയോഗിക്കണം എന്നുള്ള ഇതിനെ സംബന്ധിച്ച ലാംഗ്വേജിൻ്റെ ഈ പറഞ്ഞ ലാംഗ്വേജ് ചോയ്സും അതിൻ്റെ കോഡ് സ്വിച്ചിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇതൊക്കെ അതോടൊപ്പം തന്നെ ആ ഭാഷയെ ആധുനികമാക്കുക എന്ന് പറയുന്ന കോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെയും ഭാഷാസൂത്രണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്ക് തൊട്ടടുത്ത ക്ലാസ്സിൽ ഈ ഭാഷാ വിദ്യാഭ്യാസം, മാതൃഭാഷാ വിദ്യാഭ്യാസം എന്ന് സംസാരിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നൊരു ഒരു കാര്യമാണ് മാതൃഭാഷാ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു ആശയം. അതെങ്ങനെയാണ് വരുന്നത്, അതുപോലെ തന്നെ ഡീകോളനൈസിങ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഒരു അപകോളനീകരണവുമായി ബന്ധപ്പെട്ട് ഭാഷാസൂത്രണം എങ്ങനെയാണ് വരുന്നത്, അതുമായി ബന്ധപ്പെട്ട ചില ആശയങ്ങൾ കൂടെ പറയണമെന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ലാംഗ്വേജ് പ്ലാനിങ്ങിൻ്റെ ഒരു നിർവചനം, ഇതിൻ്റെ ഒരു ലാംഗ്വേജ് മെയിൻ്റനൻസും അതുപോലെ തന്നെ ലാംഗ്വേജ് ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ആശയം, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ എന്താ പറയുക ലാംഗ്വേജ് പ്ലാനിങ്ങിൻ്റെയും പോളിസിയുടെയും ചില നിർവചനങ്ങളും, നമ്മൾ ഒന്ന് രണ്ട് നിർവചനങ്ങൾ സൂചിപ്പിച്ചുള്ളൂ, ചില നിർവചനങ്ങളും കൂടെ നമുക്ക് മനസ്സിലാക്കിയതിന് ശേഷം ഈ പറഞ്ഞ പോലെ വ്യക്തവും ഗുപ്തവുമായിട്ടുള്ള ഈ പറഞ്ഞ ഭാഷാ നയങ്ങളിൽ നിന്ന് തമ്മിലുള്ള വ്യത്യാസമൊക്കെ പറഞ്ഞതിന് ശേഷം നമുക്ക് ഈ ലാംഗ്വേജ് പ്ലാനിങ് മോഡലിനെ കുറിച്ചും ടൈപ്സ് ഓഫ് ലാംഗ്വേജ് പ്ലാനിങ്ങിനെ കുറിച്ചും പറയാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ചോദിക്കാം. പറഞ്ഞ കാര്യങ്ങളിലൊരു വ്യക്തത ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ ആമുഖമായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിച്ചത്. മറ്റൊന്നുമില്ലെങ്കിൽ നമുക്ക് ഈ സെഷൻ ഇപ്പോൾ അവസാനിപ്പിക്കാം. തൊട്ടടുത്ത ക്ലാസ്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ പറയുക ലാംഗ്വേജ് വ്യക്തമാണ്. നമ്മുടെ ഈ പറഞ്ഞ ലാംഗ്വേജ് മെയിൻ്റനൻസ്, ഭാഷാ പരിപാലനം, അതുപോലെ തന്നെ ഈ പറയുന്ന ഭാഷാ നഷ്ടം എന്ന് പറയുന്ന ഒരാശയം എന്താണ്, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ലാംഗ്വേജ് പ്ലാനിങ് മോഡൽ ഒന്ന് പരിചയപ്പെടുത്താം. ഏറ്റവും അവസാനത്തെ ക്ലാസ്സിൽ നമുക്ക് ടൈപ്സ് ഓഫ് ലാംഗ്വേജ് പ്ലാനിങ് എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് വരാം. ഓക്കെ, നമുക്കിപ്പോൾ ഒന്ന് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു.